ഇന്ന് തുടക്കത്തിൽ എനിക്ക് ഒരു വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയെ മുണ്ടയിൽ വിജയൻ എന്ന് വിളിച്ചത് അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് പറഞ്ഞില്ലേ, ഇപ്പോൾ വയലാർ പുന്നപ്ര എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചെറുതിലേ കേട്ടു വന്ന ഒരു പേരാണ്. ഇപ്പോൾ വയലാർ രാമവർമ്മ എന്ന് പറയുമ്പോൾ നമുക്കതിലത്ര വലിയ ഒരു അരോചകത്വം തോന്നുന്നില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും വയലാറിന് അല്ലെങ്കിൽ പി ഭാസ്കരനൊക്കെ ഈ വയലാർ എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വയലാർ രവി എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് നേതാവ് ഈ വയലാർ പേരിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ തരം ഒരു അസഹിഷ്ണുത നമുക്കുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്ര ഒരു ഇതായിട്ടില്ല. ഒരു പ്രോഗ്രസീവ് കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യോജിക്കാൻ തയ്യാറായ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നുള്ള നിലയിലൊക്കെ ഒരു സഹിഷ്ണുതയുള്ള കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഓർമ്മയെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിൻ്റെ ഒരു ധീരോദാത്തമായ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലനാമങ്ങളുണ്ട്. പിണറായി പാറപ്പുറം എന്ന് പറയുന്നത് ആ തരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാനമാണ്. അത് കമ്മ്യൂണിസത്തിൻ്റെ അന്തകൻ എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാൾ സ്വന്തം പേരിനോട് അത് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇതുവരെ ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനത് നമ്മളങ്ങനെ അല്ലാതെ മാറ്റുമെന്നുമാണ്. അത് ഒരു വിധത്തിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഒന്നുകിൽ ഈ ചെയ്യുന്ന മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് കൂറുണ്ടാകണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഒരു വയലാർ രവിയെങ്കിലും ആവണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം പാർട്ടിയെ കറപ്റ്റ് ചെയ്യുന്ന രീതി, പാർട്ടിയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അവലംബിക്കുന്ന തന്ത്രങ്ങൾ, അധികാരം നിലനിർത്തുവാൻ വേണ്ടി നടത്തുന്ന വിട്ടുവീഴ്ചകളും കീഴടങ്ങലുകളും നാണം കെട്ട പ്രവർത്തനങ്ങൾ, അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ പിണറായി എന്ന പദം ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു, ആ സ്ഥലനാമം, ആ ഓർമ്മ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ല അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ മുണ്ടയിൽ വിജയൻ എന്ന് പ്രയോഗിച്ചത്. മുണ്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. ആ കുടുംബത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് പറയുന്നതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷെ പിണറായി എന്ന ഒരു സ്ഥലനാമം അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല എന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കരയോഗക്കാരൻ വേണമെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കാം. അപ്പോൾ ഏത് വിജയനും ഇന്നത്തെ സാഹചര്യത്തിൽ റിച്ചാർഡ് ഫ്രാങ്കിക്ക് വേണമെങ്കിലും PB മെമ്പറാകാം, ഇയാൾക്ക് വേണമെങ്കിലും ജോൺ ബ്രിട്ടാസിന് വേണമെങ്കിലും PB മെമ്പറാകാം. പക്ഷേ അവരൊക്കെ ആ പിണറായി എന്ന് പറയുന്ന ഒരു ഓർമ്മയെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരവസ്ഥ സംഭവിക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആ പിണറായി എന്ന് പറയുന്ന ആ സ്ഥലനാമത്തെ ഇൻസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ പേരിനോട് ചേർത്ത് വരുമ്പോഴത്തേക്ക് ആ സ്ഥലത്തിൻ്റെ ഓർമ്മ വ്രണതമാകുകയാണ്. അത് അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ദുഃഖം. ഇവിടെ ഇപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ പ്രയോഗിക്കുന്നത്, സാർവത്രികമായിട്ട് പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. പിണറായി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് വയ്ക്കുമ്പോഴത്തേക്ക് ആ പേരിനോട് ചേർത്ത് സ്വന്തം പേരെഴുതാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് ഒരാൾ ആലോചിക്കേണ്ടത്. അതിപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള RSകാരനാണെങ്കിലും പിണറായി എന്നും പറഞ്ഞൊരു പേര് ഉപയോഗിക്കാം. പക്ഷേ അത് മറ്റൊന്നല്ല. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായി അഭിനയിക്കുകയും അഭിനയിച്ചിട്ട് പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ, നമ്മുടെ മനസ്സിലുള്ള സ്ഥാനത്തെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഒരു മനസ്സമാധാനത്തിന് വേണ്ടി, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് അതിനപ്പുറമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ടെൻസാവും. ഓരോ പ്രാവശ്യം ആ പേര് പറയുമ്പോഴും നമ്മൾ ടെൻസാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി എവിടെ നിൽക്കുന്നു, ഈ പറയുന്ന മുഖ്യമന്ത്രി വിജയൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, അത് തമ്മിലൊരു വലിയൊരു അകലമുണ്ട്.
അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ എതിർ രൂപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തിൻ്റെ നമ്മുടെ ഈ തരത്തിലൊരു പുതിയ ലോക ക്രമം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മുൻ തലമുറക്കാർ നടത്തിയ ധീരോത്തമായ ഒരു പ്രവർത്തനത്തിൻ്റെ സങ്കേതത്തെ ഇപ്പോൾ യൂസഫ് മുതലാളിയുടെയും പട്ടാഭിരാമൻ്റെയും ഈ അങ്ങനെ കാണുന്ന മുതലാളിമാരുടെയും പിന്നെ RSSകാരുടെയും പിന്നെ ഈ പറയുന്ന എമ്മിൻ്റെയും ഒക്കെ സഹയാത്രികനോ അവരുമായിട്ടൊക്കെ ഗൂഢബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നത്, അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ മണി ലോണ്ടറിങ്ങിൻ്റെതായിട്ടുള്ള ഒരു കേസിൽ പെട്ടുപോയ ഒരാളിന് വേണ്ടി രക്ഷകനായെത്തുന്ന ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് അദ്ദേഹം പിണറായി എന്ന് ഉപയോഗിക്കരുത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പേര് അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് ഈ ഇലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പിണറായി വിജയൻ എന്നാണ് രേഖകളിലുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു സന്മനസ് അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനത് മുണ്ടയിൽ വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബ പേര് അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നത് അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിന് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് അദ്ദേഹത്തിന് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടജനത്തോട് അദ്ദേഹത്തിന് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഇഷ്ടജന പക്ഷപാതം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കലർന്നിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു കുടുംബ പരിവൃത്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അയാൾ ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കമ്മ്യൂണിസ്റ്റ് പരിവേഷം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ ആ സ്ഥലനാമത്തെ അപകീർത്തിപ്പെടുത്തരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതൊരു ഇരട്ടപ്പേരെന്നുള്ള രീതിയിൽ അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അർഹിക്കുന്ന പേര് മുണ്ടയിൽ വിജയൻ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് സന്തോഷം നൽകുമെന്നാണ് എനിക്ക് വിചാരം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ടാകുന്നൊരു അഭിമാനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അത് തീർച്ചയായും ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തെ പറ്റി അഭിമാനം ഉണ്ടാകും. അപ്പോൾ വിജയൻ്റെ കുടുംബത്തെ പറ്റി അഭിമാനം ഉണ്ടാകും. ആ അഭിമാനം മറ്റൊരു പ്രസ്ഥാനത്തെ വ്രണപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അതാണ് എൻ്റെ വിശദീകരണം. അതുകൊണ്ട് ഞാൻ ഇനി അത് എൻ്റെ ഒരു ആത്മനിഷ്ഠമായ ഒരു വൈകാരിക പ്രശ്നമാണ്. എനിക്കങ്ങനെ അല്ലാതെ കാണാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ മുണ്ടയിൽ വിജയൻ ഇന്നലെ TPR 12% പരീക്ഷണങ്ങൾ അദ്ദേഹം 1,00,000 ചില്ലറ പരീക്ഷണങ്ങളെ നടത്തിയിട്ടുള്ളൂ. എന്നിട്ടും കുറേ അധികം രോഗികളുണ്ടായി. വ്യാജഭരണ സർട്ടിഫിക്കറ്റുകൾ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. ഇതൊക്കെയാണ് ഇന്നലത്തെ അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാന സംഭവ വികാസങ്ങളെന്ന് ചോദിച്ചാൽ NS മാധവനെ സംബന്ധിച്ചിടത്തോളം പെഗാസസ് എന്ന് പറയുന്നത് ഒരു ഹിമാലയമാണ് എന്ന് അദ്ദേഹം കാണും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു വല്ലാത്തൊരു തലത്തിൽ വികസിച്ചു വരികയും ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിൽ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയും നമുക്ക് ഈ പറഞ്ഞില്ലേ ഒരു അപരൻ്റെ ജീവിത സങ്കേതങ്ങളിലേക്കും ഇടങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണ വിദ്യ നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പഴയ എസ്പയണേജിനേക്കാളും കുറേ കൂടെ വികസിതമായ സർവ്വസാധാരണമായ ഈ പറഞ്ഞില്ലേ സാർവത്രികമായ ഒരു വിവരചോരണത്തിൻ്റേതായ ഒരു അന്തരീക്ഷം സാർവദേശീയ തലത്തിലുണ്ട്. പണ്ടങ്ങനെയല്ല. വിവരചോരണം എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ച് രാജ്യരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് ഒരാൾ നടത്തുന്ന ഇടപാടുകൾ, ഇതൊക്കെ വളരെ പ്രധാനമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ആദ്യം നമ്മൾ ഈ പാഠത്തിൻ്റെ കേസ് കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസ്, തോമസ് ഐസക്കിൻ്റെ ഡിഫൻസ് ഇതായിരുന്നു, അതായത് സാറ്റലൈറ്റ് മാപ്പിംഗ്. അപ്പോൾ സാറ്റലൈറ്റ് മാപ്പിങ്ങിന് ശേഷിയുള്ളത് റഷ്യ, US അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തുന്നു. ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കലായിട്ടുള്ള ആ ഒരു രൂപം അവരുടെ സാറ്റലൈറ്റിലൂടെ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ആർമിയെ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. ആ ആർമി KSSP ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ പറയില്ല. ഇപ്പോൾ KSSP ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ ബോംബെയിൽ ഒരു ഹോട്ടൽ, താജ് ഹോട്ടലിൽ ഒരു ആക്രമണം നടന്നപ്പോഴത്തേക്ക് ആ ഹോട്ടലിൻ്റെ ഇൻസൈഡിനെ പറ്റി പുറത്തുനിന്ന് വന്ന ആക്രമണകാരികൾക്ക്
നമ്മുടെ പട്ടാളത്തെക്കാളും വ്യക്തത ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ അകം കൃത്യമായും വെളിപ്പെട്ടു പോയ ഒരു അകമാണെന്നിരിക്കെ ഈ പേഴ്സണാലിറ്റികളുടെ എല്ലാ ഉള്ളറകൾ എല്ലാം പരസ്യമാണെന്നിരിക്കെ പിന്നെ വേറെ തരമുള്ള പ്രൈവറ്റായിട്ടുള്ളവരുടെ ഈ പറഞ്ഞില്ലേ ആൺപെൺ ബന്ധങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അവരെ അപകീർത്തിപ്പെടുത്താനോ ഉള്ള ബ്ലാക്ക് മെയിലിങ്ങിനോ ഉള്ള അത് എപ്പോഴും കൈവശം വെച്ചിരിക്കുക. അതായത് ഈ പിടിച്ചെടുക്കുന്നവരൊന്നും ഉടനെ പുറത്തു വിടുകയൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ ബാർഗെയിൻ. ഒരാളിനെ ഉടയ്ക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഇയാൾ ഏതെല്ലാം കള്ളപ്പണ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇയാളുടെ സാമ്പത്തിക ബന്ധങ്ങൾ എന്താണ്, ഇയാളുടെ രഹസ്യ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെയൊക്കെയാണ്, ഇയാൾക്ക് അവിഹിതമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, ഈ എന്തൊക്കെ കുഴപ്പങ്ങൾ ഇയാളുടെ ജീവിതത്തിലുണ്ട്, അതൊരു പൊളിറ്റിക്കൽ ലീഡറിനെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും അവർ കളക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ അതില്ലാത്ത ഒരു ഏർപ്പാടില്ല, അതുണ്ട്. അപ്പോൾ അതിൽ മാധവ് ഇങ്ങനെ ഇടന്ന് സങ്കടപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇവിടെ ഈ പറഞ്ഞില്ലേ കർഷക സമരത്തിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തെറിഞ്ഞ ഒരു ഉപാധി മാത്രമാണ്. കർഷക സമരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞില്ലേ അതിൽ നിന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് അത്ര എളുപ്പത്തിൽ അവർ പിടികൂടി ഒരു പിടിയിട്ടിരിക്കുകയാണ്. ആ പിടി അവർ വിടുന്നില്ല. ഇത്രയും വർഷം ഒന്ന് തയ്യാറായിട്ടും ആ പിടിവിടാൻ അവർ തയ്യാറല്ല. അവർക്ക് മാസ്ക് വേണ്ട, അവർക്കൊന്നും വേണ്ട. അവരവിടെ ഡൽഹിയിൽ തന്നെ ഉണ്ട്, ഡൽഹിയിൽ തന്നെ ജീവിക്കുകയാണ്. അവരെന്തോ ആകട്ടെ ആരോ ആകട്ടെ, പക്ഷെ ഒരു കാര്യം, അവർ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു നിലപാടിൽ നിന്നുകൊണ്ട്, കർഷകരാണ് എന്നുള്ളൊരു നിലപാടിൽ നിന്നുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ്. ആ സമരത്തെ ഡിഫ്യൂസ് ചെയ്യാൻ ഇത്രയും കാലമായിട്ടും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പെഗാസസ് എടുത്തെറിയുമ്പോഴത്തേക്ക് 19 എടുത്തെറിഞ്ഞ് പെഗാസസ് ഒന്നുകൂടെ എടുത്തെറിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഇന്ന് പാർലമെൻറ്റിൽ വരേണ്ടിയിരുന്ന കർഷക സമരമായിരുന്നു. എങ്ങനെ അതിനെ അബോർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ NS മാധവനെ പോലെയുള്ള ഒരാൾക്ക് അത് വളരെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. അതായത് ഒരു ഡിറ്റക്റ്റീവ് കഥ വായിക്കുന്ന ഒരു ത്രില്ലുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം അതിനെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ഡിറ്റക്റ്റീവ്, അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു 10-20 വർഷത്തോളമായി ഈ വെസ്റ്റിൽ ഈ ഇതുപോലെ ഈ പണ്ടത്തെ ചില സിസ്റ്റങ്ങൾ അത് റീഫർണിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് കഥകളുടെ ഒരു മോഡലിങ്ങിൽ വളരെ ഗഹനമായ കാര്യങ്ങൾ പറയുന്നു എന്ന വ്യാജേന ചില കൃതികളൊക്കെ പുറത്തിറങ്ങുകയുണ്ടായി. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞതുപോലെ അത് ട്രാഷാണെന്നുള്ള രീതിയിൽ, ഇപ്പോൾ ട്രാഷ് സർവത്ര ട്രാഷാണെന്നുള്ള തരത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മാധവന് സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു ട്രാഷ് ബിസിനസ്സുകാരൻ എന്നുള്ള തരത്തിൽ ഇത്തരം കാര്യങ്ങൾ വലിയ താല്പര്യം ഉണ്ടാകും. അത് വീണ്ടും പറഞ്ഞില്ലേ, പെഗാസസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കാര്യം. ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് ഇവരെ പിടിക്കാനായിട്ട് പതുങ്ങി നടക്കുന്ന ആളെന്ന് പറയുമ്പോൾ അത് വലിയൊരു തമാശ, ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മുരത്ത കള്ളനാണ്. പൊളിറ്റിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻസോട് കൂടിയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പ്രവർത്തിക്കുന്നത്. അവരാണ് ഇവരെ പിടിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴാണ് അതിലേറ്റവും വലിയ തമാശ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, വെറുതെ സമയം വേസ്റ്റ് ചെയ്യുകയാണെന്നതിനെപ്പറ്റി സംസാരിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. വേറെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ശശീന്ദ്രൻ്റെ കാര്യം, ഇപ്പോൾ നമ്മുടെ അസംബ്ലിയിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല, ശശീന്ദ്രൻ്റെ പ്രശ്നമല്ല. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പറഞ്ഞില്ലേ, ഒളിച്ചോടി എന്ന് പറയാൻ പാടില്ല, വീട്ടമ്മ എന്ന് പറയാൻ പാടില്ല, സ്ത്രീകൾ അപ്രത്യക്ഷരായി എന്ന് വേണമെങ്കിൽ പറയാം, ഒളിച്ചോടി എന്ന് പറയാൻ പാടില്ല. പിന്നെ മാനഭംഗം എന്ന് പറയാൻ പാടില്ല, പീഡനം എന്ന് പറയാൻ പാടില്ല. ഈ പീഡനം എന്ന് പറയുന്നത് മാനഭംഗത്തെക്കാളും ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തി അത് പീഡനം യഥാർത്ഥത്തിൽ ഈ സ്ത്രീ പീഡനം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഭാഷയിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്, ടോർച്ചറിങ് എന്നുള്ളൊരർത്ഥത്തിലാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മിയർ ടോർച്ചറിങ്, അത് പീഡനമല്ല, ഒരു ടോർച്ചറിങ് അല്ല, അതിനേക്കാളും ക്രൂരമായ ഒരു പ്രവർത്തനമാണ് സ്ത്രീയെ ആ തരത്തിൽ നശിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പീഡനം വളരെ മാന്യമായ പദമാണ്. പക്ഷേ മാനഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് മോശപ്പെട്ട പദമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാനമുണ്ട്. ആ മാനത്തിന് ഉടവ് സംഭവിക്കത്തക്ക തരത്തിൽ ഒരു അക്രമം അവളുടെ മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടേതായിട്ടുള്ള സ്ത്രീയുടെ വ്യക്തിത്വത്തിന് മേലൊരു കടന്നുകയറ്റം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ലൈംഗികമായ അതിക്രമം എന്ന് പറയുന്നത് അവളുടെ അഭിമാനത്തെ അപഹരിക്കുന്നതാണ്. അപ്പോൾ അതിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ എന്താണ് ഈ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം. സ്ത്രീകൾ മാത്രമല്ല പലരും അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയും വീട്ടമ്മമാർ കാമുകന്മാരോടൊപ്പം പോയെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകന്മാരോടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടമ്മമാരെല്ലാം വീട്ടിലെ അച്ഛന്മാരും അങ്ങനെ പോയിട്ടില്ലേ എന്നാണ് മറുപടി പറഞ്ഞത്. അച്ഛന്മാർ പോകാതെ പിന്നെ എങ്ങനെയാണ് രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുന്നത്? ഈ പറയുന്ന കാമുകന്മാർക്കും കുട്ടികളോ ഭാര്യയൊക്കെ ഉണ്ടായിരിക്കും. ആരോടാണോ ഒളിച്ചോടുന്നത് അവർക്കും കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരവരുടെ ഭാര്യയും കുട്ടികളെ ഉപേക്ഷിക്കുകയാണ്, ഇവരവരുടെ ഭാര്യയും കുട്ടികളെ ഉപേക്ഷിക്കുകയാണ്. അത് അവരുടെ പരസ്പര സമ്മതിയോടെ നടക്കുമ്പോഴത്തേക്ക് രണ്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു എന്നുള്ളൊരു ദുരന്തം അതിൻ്റെ പിന്നിലുണ്ട്. അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നതുപോലെ പുരുഷൻ്റെയും സ്വാതന്ത്ര്യമാണ്. അത് സ്ത്രീയുടെ മാത്രം സ്വാതന്ത്ര്യം, അത് സ്ത്രീ മാത്രമല്ല തെറ്റുകാരി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം ഇത്രയാണ് എന്ന് തിട്ടപ്പെടുത്തുന്നവർ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ് തിട്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പരാതി. അതിൻ്റെ കൂടെ ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരായി തീർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ത്രീയെ ഈ തരത്തിൽ മൊബൈലിലൂടെ വശീകരിച്ച് പിടിക്കാനായിട്ട് ഒരു പുരുഷൻ അപ്പുറത്തില്ലെങ്കിൽ പിന്നെ സ്ത്രീ എങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോൾ പുരുഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊരു പുരുഷ സാന്നിധ്യം കൂടെയാണ്. സ്ത്രീയുടെ ഒരു വിട്ടുപോകൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു വിട്ടുപോകൽ എന്ന് പറയുന്നത് പുരുഷൻ മറ്റൊരു പുരുഷൻ നിനക്ക് അഭയം തരാമെന്ന് പറയുന്നത് ആയിരിക്കും. പിന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ എത്തരക്കാരനാണെന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന പ്രശ്നമാണ്. ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണല്ലോ സ്ത്രീ പോകുന്നത്. ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ളൊരു ഫ്യൂച്ചർ അവളുടെ ഒരു ജീവിതത്തിൽ കണ്ടെത്തുന്നു. ഈ കുട്ടികളുടെ പിൻവിളിയേക്കാളും അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിൻ്റെ ഒരു ത്വര ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അവൾ പോകുന്നത്. അത് നിങ്ങൾക്ക് ന്യായീകരിക്കാമെങ്കിൽ ന്യായീകരിച്ചോളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീരക്ഷാവാദം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അത് സ്ത്രീയുടെ സുരക്ഷയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു അതിക്രമമായിട്ട് മാറുക. ഒരു അതിക്രമവാദം ഏതും അതിരി വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ചെറിയ കാര്യങ്ങളെ, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, മുന്തിയ പ്രശ്നം എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും ഒരാളെൻ്റെ കൈ തൊട്ടു അല്ലെങ്കിൽ കൈ പിടിച്ചു എന്ന് മാത്രമുള്ള ഒരു ശുദ്ധമായ ഒരു ആരോപണത്തെ മുൻനിർത്തി ഒരു പരാതി കൊടുക്കുക. അപ്പോൾ എനിക്ക് സെക്ഷുവലായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായി, അത് എൻ്റെ ആത്മനിഷ്ഠമായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം. അതുകൊണ്ട് എനിക്കെൻ്റെ അന്ന് മുതൽ ഇപ്പോൾ പ്രയോഗിക്കുന്നൊരു പദമുണ്ട്, ഞാനൊരു ട്രോമയിലായ ഉടനെ ഞാൻ പോയി BJP സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ ഒരാൾക്ക് വാദിക്കാം, അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. അത് ട്രോമ ആണെങ്കിൽ ഈ പറയുന്ന പുരുഷൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിലൊരു മന്ത്രി ഇടപെട്ടിട്ട് ആ ട്രോമ ഡിഫ്യൂസ് ചെയ്ത് കളയണമെന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പല സീരിയസ് ആയിട്ടുള്ള പല ട്രോമകളും ഡിഫ്യൂസ് ചെയ്ത് കാലം കഴിയുമ്പോൾ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ കുട്ടികളെ കശാപ്പ്, അതായത് ലൈംഗിക കശാപ്പ് നടത്തുന്ന ഒരു അവസ്ഥ, പെൺകുട്ടികളെ ലൈംഗിക കശാപ്പ് എന്ന് തന്നെ പറയാം. ഇറ്റ് ഈസ് ബുച്ചറി, അറവുകാരാണ്. അങ്ങനെ നടത്തുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അതിനെയും ഈ തരത്തിൽ എന്നെ തൊട്ടു പിടിച്ചു എന്ന് പറയുന്ന പരാതികളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അത് കൂട്ടിക്കുഴയ്ക്കുന്നത് നിങ്ങൾ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് ഈ പറഞ്ഞില്ലേ ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് സ്ത്രീക്ക് അമിതമായ ചില സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അമിതമായ സ്വാതന്ത്ര്യങ്ങളെ മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു പകരം അതിനെ അമിതമായി ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്താൻ ഒരാർപ്പ് വിളി ഉണ്ടാക്കുകയും മണിയാശാൻ പറഞ്ഞതുപോലെ ആരൊക്കെയാണ് സ്ത്രീ സംരക്ഷകരായിട്ട് വരുന്നത്? പ്രമേയം തന്നെ കൊണ്ടുവരുന്ന PC വിഷ്ണുനാഥാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം നിലവിലുണ്ട്. അതും ഇതുപോലെ ഒരു പെണ്ണ് പറഞ്ഞത് തന്നെയാണ്. ഇതിനേക്കാളും ഗുരുതരമായ ആരോപണമാണ്. കൈ തൊട്ട് പിടിച്ചു എന്നുള്ളതല്ല, ഗുരുതരമായ ആരോപണമാണ് അതിൻ്റെ അത് എന്ന് പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ സരിതയെ വിശ്വസിക്കുന്നു, PC വിഷ്ണുനാഥനെ വിശ്വസിക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നിയമം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് സരിതയാണ്. സരിത അത് പറഞ്ഞു കഴിഞ്ഞാൽ സരിതയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വാലിഡിറ്റി എന്നാണ് ഇന്ന് നിലവിലിരിക്കുന്ന നിയമം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിഷ്ണുനാഥനെ കുറ്റക്കാരനാണെന്ന് കാണേണ്ടതാണ്. ആ വിഷ്ണുനാഥനെയാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്.
ജയിപ്പിച്ചതിന് ശേഷം ആ വിഷ്ണുനാഥിൻ്റെ മണ്ഡലത്തിൽ ഒരു പെണ്ണിൻ്റെ കൈ തൊട്ടു എന്ന് പറയുന്നൊരു പരാതിയുമായിട്ട് വിഷ്ണുനാഥ് നിയമസഭയിൽ വരുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ, സ്ത്രീയുടെ സുരക്ഷയാണ് നിങ്ങളെല്ലാം കൂടെ അപകടപ്പെടുത്തുന്നത്. അതായത് സ്ത്രീ ഉഭയസമ്മതപ്രകാരം ബന്ധപ്പെടുകയും പിന്നെ കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോഴത്തേക്ക് ബന്ധപ്പെട്ട ആളിനെതിരെ പരാതി ഉയർത്തുകയും ചെയ്തു എന്നൊരു തരത്തിൽ നിങ്ങൾക്ക് സരിതയുടെ പ്രശ്നത്തെ വേണമെങ്കിൽ സമീപിക്കാം. അതങ്ങനെ ആയിക്കൂടുന്നില്ല. പക്ഷേ ഈ ബന്ധപ്പെട്ടവൻ അവൻ്റെ രാഷ്ട്രീയ പദവി ദുരുപയോഗപ്പെടുത്തി ഒരു സ്ത്രീയെ ആ തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കുറ്റം നമുക്കവിടെ മറവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ തരത്തിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തുല്യമായി തന്നെ ലൈംഗികമായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ റിസ്ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അതിൽ ചില ചിട്ടവട്ടങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയവും ഈ സെക്ഷുവലായിട്ടുള്ള അമിതമായിട്ടുള്ള ഈ പ്രവണത, നമ്മുടെ ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. രണ്ടും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രഭരണം അവതാളത്തിലാണ്. വെച്ചാൽ ഇതൊരു ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്, ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റാണ്, അർജാണ്. അത് കുറച്ചുകൂടെ ബെസ്റ്റിയലാണ്. അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെയുള്ളതാണ്. അതിൻ്റേതായൊരു പവറ് നമ്മളങ്ങ് കെട്ടഴിച്ചു വിടുകയാണ്, രാഷ്ട്രീയ രംഗത്ത് കെട്ടഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ രംഗം ശിഥിലമായി പോകും. അതുകൊണ്ട് പ്രിസർവ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ അത് ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഇതിന് വേണ്ടിയല്ല. ആ തരത്തിൽ ഒരു കൃത്യമായ താല്പര്യത്തോടെയും വീക്ഷണത്തിനും കാണാൻ, അതായത് പകരത്തിന് പകരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവമാനിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ മണിയാശാൻ സംസാരിക്കുമ്പോൾ ഈ പഴയ നാടൻ ശൈലിയിൽ ഈ സ്ത്രീകളെ ഈ പറഞ്ഞില്ലേ, എല്ലാ പോകുന്ന സ്ത്രീകളെല്ലാം ഇമ്മോറലാണെന്ന് പറയുന്ന ഒരു പുരുഷ സ്വഭാവമുണ്ട്, ഗ്രാമീണ പുരുഷ സ്വഭാവമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു നടക്കാൻ പല സ്ത്രീകളെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു പറച്ചിലാണ് ഈ അപവാദം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഷ മണിയാശാൻ്റെ പല പ്രയോഗങ്ങളിലും ഉണ്ട്. പക്ഷേ അത് നമ്മൾ വന്നിട്ട് ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചിട്ട് അയാൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനം പറയുന്നത് പോലെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോഴത്തേക്ക് അത് വളരെ കുറ്റകരമായി തീരും. അത് മണിയാശാനായാലും PC വിഷ്ണുനാഥായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ആവശ്യമില്ലാതെ കുറേ അധികം സമയം ചെലവഴിച്ചു. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ, ഈ വെസ്റ്റേൺ ഫെമിനിസത്തിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ടുവന്ന ഒരു ഇറോട്ടിസിസത്തിൻ്റെ ആയിട്ടുള്ള കുറേ വക്താക്കളുണ്ട്. അവർ LGBT ആയിട്ട് വന്ന് അവസാനം പറഞ്ഞില്ലേ, KP രാമനുണ്ണി പീഡോഫീലിയ എന്ന് പറയുന്നതിൻ്റെ ഒരു വക്താവായിട്ട് വന്നു. NS മാധവൻ പീഡോഫീലിയയുടെ വക്താവായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ടോപ്പ് റൈറ്റേഴ്സൊക്കെ പീഡോഫീലിയയുടെ വക്താക്കളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള ഒരു കൃതിയിൽ എങ്ങനെയാണ് ഒരു പുരുഷൻ്റെ ഇന്ദ്രിയം ഒരു ഗ്രാമത്തിൽ അതിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കുന്നത് എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ്. അതിൽ ഈ പുരുഷ മനസ്സുകൾക്കുണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റേതായിട്ടുള്ള ഉജ്ജ്വലമായ ഒരു സങ്കീർത്തനമാണത്. ഒരുപാട് സ്ത്രീകൾ ഒരു ആണിനെ ആഗ്രഹിക്കണമെന്നും അവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തണമെന്നും ഒക്കെ സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ. ഒരു 100 സുന്ദരികൾ ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു കളക്റ്റീവ് സെക്സ്, സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളക്റ്റീവ് സെക്സ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നു. സംഘരതി എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് ഓരോ യൂണിറ്ററി പേഴ്സായിട്ട് മാറുന്നത്. പെയറിങ് പിന്നെയാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ പെയറിങ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊരു കൂട്ടക്കുഴപ്പത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. ആ തരത്തിലുള്ള ഇതായിരുന്നു. ആൻഡ് ഹൂ ഈസ് ദി പ്രൊക്രിയേറ്റർ, കൊച്ചുണ്ടാകുന്നത് എന്തുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഏർജെന്ന് പറയുന്നത് പുരുഷന് വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ സ്ത്രീക്ക് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയാതെ സ്ത്രീകൾ കൺഫ്യൂസ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ചിലർ കൺഫ്യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഒരു പെയറിങ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂണിറ്ററി ആയിട്ടുള്ള സെക്സിൻ്റെ ഒരു ലൈനിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിപ്രസ്ഡ് ഡിസൈഡ്സ് പലതരത്തിലും
അത് പ്രകടിപ്പിക്കപ്പെടും. അവസരം കിട്ടുമ്പോഴത്തേക്ക് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബന്ധമാകാമെന്ന് പലരും കരുതും. അത് നിങ്ങളൊരു ഉന്നത പദവിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ത്രീകളെ സൗകര്യത്തിന് കിട്ടും. നിങ്ങളിപ്പോൾ ഒരു വലിയൊരു സിനിമാ താരമാണ്, ഗ്ലാമറസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തതുമായ ഒരു സ്ത്രീകളുടെ പറ്റത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയെന്നിരിക്കും. അതിപ്പോൾ ഒരു സാധാരണക്കാരന് അത് പറ്റില്ല. അതുകൊണ്ട് സാധാരണക്കാരന് ഈ സിനിമ കണ്ടിട്ട് നായകൻ അതൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് സംതൃപ്തി അടയുകയാണ്. അത് നായക സ്ഥാനത്ത് ഞാനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സംതൃപ്തി അടയുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ ഈ ഫ്രോയിഡ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞില്ലേ, ആ വിഷ്വൽ ഫാൻസി, നമ്മുടെ ഈ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നാൽ നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നതായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഈ ഉള്ളിലുണ്ടാകുന്ന കുറച്ച് ഫ്രസ്ട്രേഷൻസ് ഇതിലൂടെ അങ്ങ് പുറത്തോട്ട് പോകും. അത്രേ ഉള്ളൂ, അതാണ് നടക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ആകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിലയേറിയ 25 മിനിറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വളരെ സീരിയസ് ആയിട്ടുള്ള 2 പ്രശ്നങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 2 ലേഖനങ്ങൾ ഇന്ന് ഹിന്ദുവിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, മേക്കിംഗ് ഡിസിഷൻസ് അണ്ടർ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം, മാനസികമായിട്ടുള്ള അതിസമ്മർദ്ദം, നമ്മളിപ്പോൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നില്ല, അതുപോലെയുള്ള സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ഞെരുക്കം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതുപോലെ വി ആർ ലിവിങ് ത്രൂ എ പീരീഡ് ഓഫ് സ്ട്രെസ് ഫോർ ദി ലാസ്റ്റ് 1.5 years. അതാണ് ഈ ആനന്ദ് ദമനി എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതുന്നത്. ദി COVID-19 പാൻഡമിക് ഹാസ് കാസ്ഡ് ദി ബിഗ്ഗസ്റ്റ് ഡിസ്ട്രപ്ഷൻ ടു ലൈവ്സ് ആഫ്റ്റർ 1947 ഇൻറ്റേർണൽ വാർ. ഒരു ആഭ്യന്തര യുദ്ധം 1947 ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ലൈഫ് ഡിസ്റപ്ഷൻ ഇപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനെപ്പറ്റി ഗാഥകൾ എഴുതുന്ന ബുദ്ധിജീവികളെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ആ തരത്തിൽ മനുഷ്യനെ 2ആയി പിളർന്നതുപോലെ ഉള്ള ഒരു വലിയ ഡിസ്റപ്ഷൻ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് ഈ കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. ഇറ്റ് ഹാസ് കോസ് ഡ്രമാറ്റിക് ഷിഫ്റ്റ്സ് ഇൻ അവർ പേഴ്സണൽ വർക്ക്സ് ആൻഡ് ലൈഫ്സ്. അതായത് ഇൻ ഷോർട്ട്, ദി പാൻഡമിക് ഹാസ് പുട്ട് ഓൾ അണ്ടർ ഇമ്മൻസ് സ്ട്രെസ്. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത്രയും സ്ട്രെസ്സ് തുടർച്ചയായിട്ടൊരു ദീർഘകാലമായി അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് ഞാൻ മുണ്ടൂർ വിജയനോട് പറയുന്നത്, മനസ്സിലാക്കണം. നിങ്ങൾ ഈ അറിയാവുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ചോദിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ഷോർട്ട്, ദി പാൻഡമിക് ഹാസ് പുട്ട് all us under immense stress. It has been so successful that the one thing that every person on the planet wants right now is for the pandemic to end. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ അവസാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻഡ് ടു ഗോ ബാക്ക് ടു pre-COVID-19 ഡേയ്സ്. ഇവിടെ എപ്പോഴും ഈ ഒരു പ്രശ്നത്തിന് മാത്രം ഊന്നൽ നൽകുന്നത് 1947 ശേഷം ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമുക്കുണ്ടാകണം. നമ്മൾ എങ്ങനെയാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയണമെന്നില്ല. കാരണം വെച്ചാൽ ഇത് കുറേയേറെ മാനസികവും മനഃശാസ്ത്രപരവുമാണ് ആ തകർച്ച എന്ന് പറയുന്നത്. അത്ര ഫിസിക്കലായിട്ട് സംഭവിക്കുന്നത് അല്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ക്രോണിക് ആങ്സൈറ്റി, ദി സ്ട്രെസ് കോസ്ഡ് ബൈ ദി പാൻഡമിക് ഹാസ് സസ്റ്റൈൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ക്യാൻ ബി കാറ്ററൈസ്ഡ് ആസ് ക്രോണിക് സ്ട്രെസ്. ഇപ്പോൾ നമ്മൾ മനോരോഗ ചികിത്സ എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാ ഈ സൈക്കോളജിക്കൽ അബറേഷൻസിനും വെദർ ഇറ്റ് ഈസ് ന്യൂറോട്ടിക് ഓർ സൈക്കോട്ടിക്, നമ്മളിപ്പോൾ ബൈപോളർ ഡിസോർഡർ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പല പേരുകളിൽ പറയുന്ന പലതരത്തിലുള്ള ഡിസോർഡേഴ്സിനും ആ ഡിസോർഡേഴ്സിന് കാരണമായിട്ട് വരുന്നത് സ്ട്രെസ്സാണ്. ഇഫ് ദർ ഇസ് നോ സ്ട്രെസ്, ദർ ഇസ് നോ വാട്ട് യു കോൾ ദി സൈക്കോസിസ് ഓർ ന്യൂറോസിസ് ഓർ എനി സച്ച് തിങ്. അപ്പോൾ ആ തരത്തിലുള്ള ലഘുമനോരോഗങ്ങളോ മനോരോഗങ്ങളോ ഉണ്ടാകുന്നില്ല സ്ട്രെസ് ഇല്ല എന്നുണ്ടെങ്കിൽ.
അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നൊരു സമ്മർദ്ദമാണ്. നമ്മുടെ ജീവിതാവസ്ഥകൾ നമ്മുടെ പിടിച്ച് ഞെരുക്കുമ്പോൾ നമ്മൾ ചുരുങ്ങിപ്പോവുകയും നമ്മൾ ഞെരുങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുറത്തേക്ക് തള്ളുന്ന ഒരു ഒരു എക്സ്പ്ലോഷനാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ അത് സൈക്കോസിസിൻ്റെ ഭാഗത്തുനിന്ന്. സ്ട്രെസ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് പറയുന്നത് ദി സ്ട്രെസ് കോസ്ഡ് ബൈ പാൻഡമിക് has sustained over a long period of time and can be categorized as a chronic stress. ക്രോണിക് എന്ന് വെച്ചാൽ ദീർഘകാലമായി നമ്മൾ പിടികൂടാതിരിക്കുന്ന ഒരു ഡിസീസിനാണ് നമ്മൾ ക്രോണിക് എന്ന് പറയുക. ഇറ്റ് ഹാസ് ബിക്കം എ ക്രോണിക് സ്ട്രെസ്. അത് പറയുന്നത് പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു കോർട്ടിസോൾ, ദി ബോഡീസ് പ്രൈമറി സ്ട്രെസ് ഹോർമോൺ, ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. ഇതുകൊണ്ട് ഈ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ നമുക്കുണ്ടാകുന്ന രോഗത്തിൻ്റെതായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു കോർട്ടിസോൾ. വെൻ വി ഫേസ് സ്ട്രെസ് ദി ബോഡി റിലീസസ് എ ഹോർമോൺ കോൾഡ് കോർട്ടിസോൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സ്ട്രെസ് എന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ കോർട്ടിസോൾ നമ്മൾ റിലീസ് ചെയ്യും, ഈ ഹോർമോൺ റിലീസ് ചെയ്യും. ആൻഡ് പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു കോർട്ടിസോൾ, ഇങ്ങനെ കോർട്ടിസോൾ ഇങ്ങനെ കൂടുതലായിട്ട് റിലീസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. അത് ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കും. സ്ലീപ്പ് ഡിസ്റപ്ഷൻസ്, ഉറക്കത്തിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാകും, നിദ്രാഭംഗങ്ങളുണ്ടാകും. മൂഡ് ഡിസോർഡേഴ്സ്, അതാണ് ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഇതാണ്, ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു മനോരോഗത്തിൻ്റെ അവസ്ഥയായിട്ട് ഇപ്പോൾ സാർവത്രികമായിട്ട് കാണുന്നത്, മൂഡ് ഡിസോർഡേഴ്സ്. അപ്പോൾ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകും, നമുക്ക് ഉറക്കക്കെടുതി ഉണ്ടാകും, അതുപോലെ ഹാർട്ട് ഡിസീസ് വർദ്ധിക്കും. ഇതുകൊണ്ടൊക്കെ മരണം സംഭവിക്കും, മരണത്തിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ഇതെല്ലാം കോവിഡ് കൊണ്ടുണ്ടാകുന്നതാണ്. കോവിഡ് രോഗം എന്ന രീതിയിൽ നിങ്ങൾ ബാധിച്ചിട്ടല്ല, കോവിഡിനെ കുറിച്ചിട്ടുള്ള സ്ട്രെസ്സിൽ നിന്ന് തന്നെ ഈ രോഗങ്ങൾ ഉണ്ടാകുകയും ഈ രോഗങ്ങൾ നിങ്ങളെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ആൻഡ് ഇറ്റ് അഫക്ട്സ് യു അറ്റ് ദി ഫിസിക്കൽ ലെവൽ ഓർ ബയോളജിക്കൽ ലെവൽ. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്സാണ്. പക്ഷേ ആ സ്ട്രെസ്സ് ക്രോണിക്കായിട്ട് തീരുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കും, നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരുപാട് ഡിസോർഡറുകൾ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഡിസോർഡറുകൾ, ക്രമഭംഗങ്ങൾ ഉണ്ടാകും. ക്രോണിക് സ്ട്രെസ് ഹാസ് ബീൻ ഫൗണ്ട് ടു കിൽ ബ്രെയിൻ സെൽസ്. ക്രോണിക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് കിൽ ബ്രെയിൻ സെൽസ്. നമ്മുടെ ബ്രെയിൻ സെൽസ് ഡാമേജ് ആകും. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ഹൈപ്പോക്സിയ, അല്ലെങ്കിൽ ആ തരത്തിൽ വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ ഒരു ഡിസറപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള രോഗങ്ങളുണ്ടാകാം. ആൻഡ് ഈവൻ റെഡ്യൂസ് ദി സൈസ് ഓഫ് ബ്രെയിൻ. അത് ബ്രെയിനിൻ്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ക്രോണിക് സ്ട്രെസ് ഹാസ് എ ഷ്രിങ്കിങ് ഇഫക്റ്റ് ഓൺ ദി പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. അതായത് തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ ഒരു ഷ്രിങ്കിങ് ഉണ്ടാകും, അത് ചുരുങ്ങും. ദി ഏരിയ ഓഫ് ദി ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ മെമ്മറി ആൻഡ് ലേണിംഗ്. ഫോർ മെമ്മറി ആൻഡ് ലേണിംഗ്. ഈ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്താൽ ഇറ്റ് മേ എൻഹാൻസ് യുവർ മെമ്മറി ആൻഡ് ലേണിംഗ്, ബട്ട് യു ആർ ഡെഡ് ബൈ ബ്രെയിൻ എന്നുള്ളൊരവസ്ഥ വരെയാണ്. അത് ആ മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലേണിംഗ്. ആൻഡ് മെമ്മറി എന്ന് പറയുന്നത് യു മേ ഹാവ് മെമ്മറി, ബട്ട് ഇറ്റ് വുഡ് ഡു ഡാമേജ് ടു മെമ്മറി അറ്റ് ദി ഫൈനൽ സ്റ്റേജ്. അതാണ് എൻ്റെ എന്നുള്ളത്. അപ്പോൾ മെമ്മറിക്കും ലേണിങ്ങിനുമൊക്കെ തകരാറുണ്ടാക്കത്തക്ക രീതിയിൽ സെറിബ്രൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഷ്രിങ്ക് ചെയ്യും. സ്ട്രെസ്സുണ്ടാകുന്ന തകരാറുകളാണ് ഇത് പറയുന്നത്. ഇത് നമ്മൾ ഒരു ദീർഘകാലമായിട്ട് ഒരു ക്രോണിക് സ്ട്രെസ് ആകുമ്പോൾ ഇറ്റ് വുഡ് അഫക്റ്റ് ദി സൊസൈറ്റി ആസ് എ ഹോൾ. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് സോഷ്യൽ ഇൻ്റർമിംഗ്ലിങ്, നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഇല്ലാതാകുന്നത്? നമ്മൾ ആളുകളുമായിട്ട് കണ്ടുമുട്ടുകയും ചിരിക്കുകയും, നമ്മളിപ്പോൾ ഒരു യന്ത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സംസാരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയില്ല. നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കുറച്ച് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടും.
പക്ഷേ ആ സ്ട്രെസ്സ് കുറയണമെങ്കിൽ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ. മനുഷ്യർ തമ്മിലുള്ള ആ ഇൻട്രാക്ഷൻ ഉണ്ടാകണം. സോഷ്യൽ ഡിസ്റ്റൻസ് മേ ബി ലിഫ്റ്റഡ്. അതില്ലാതെ ഈ സ്ട്രെസ് കുറയില്ല. അടച്ചു പൂട്ടിയിരുന്നാൽ ഈ സ്ട്രെസ് കുറയില്ല. അതാണ് വിജയ. ഞാൻ മുണ്ടയിൽ വിജയൻ എന്ന് വിളിക്കുന്നത് വൈരാഗ്യം കൊണ്ടല്ല. മുണ്ടയിൽ വിജയ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോളം ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ദിവസവും TPR റേറ്റ് ഉയർത്തിക്കാട്ടിയിട്ട് എല്ലാവരെയും തടവിലാക്കി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്നാണ്. എന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാര്യം വെച്ചാൽ മെമ്മറി വിൽ ബി ഫീബിൾഡ്. നമ്മുടെ ഓർമ്മ, നമുക്ക് പഠിക്കാനുള്ള ശേഷി, കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലാതായി നമ്മൾ ഏതാണ്ട് വിജയൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരും. വിജയനിപ്പോൾ ഉണ്ടായിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഒരുപാട് കാലമായിട്ട് ഈ പാർട്ടിയിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഭയങ്കരമായിട്ട് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. അത് വയസ്സാകുമ്പോൾ തന്നെ ഉണ്ടാകും. ബ്രെയിൻ ഈ ഷ്രിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ തന്നെ, 75 വയസ്സാകുമ്പോൾ തന്നെ ബ്രെയിൻ ഷ്രിങ്ക് ചെയ്ത് വന്നിരിക്കും. അപ്പോൾ അതിനോടൊപ്പം ഈ സ്ട്രെസ്സും കൂടെ ആകുമ്പോൾ, ഈ ഭരണത്തിൻ്റെ ഈ സ്ട്രെസ്സും ഈ പറഞ്ഞ ഈ കാക്ക പിടുത്തവും കാല് വാരലും അതിൻ്റെ എല്ലാ നാടകങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ ഭരണത്തിൻ്റെ ഭാരം, അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഫീബിളാകും. ഒന്നിനും തനിയെ ഡിസിഷൻ എടുക്കാനാവാത്ത ഒരവസ്ഥ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ട് തീരും. അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അത്യാഹിതത്തെ ഇതിനെ മുൻനിർത്തി നമുക്ക് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ തോന്നി ഞാൻ ഈ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ കയറി വിമർശിക്കുന്നത് ശരിയല്ലെന്ന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണെങ്കിൽ ഈ ഡിസേർവ് സിമ്പതി. കുറച്ചു കാലം അദ്ദേഹം ഏതെങ്കിലും ഈ നല്ല ആശ്വാസം കിട്ടുന്ന എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വെച്ചിട്ട് ഒരു ഉല്ലാസപൂർണ്ണമായ ഒരു ജീവിതമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത മാർക്സിസം ലെനിനിസമൊന്നും അതിലൊന്നും അദ്ദേഹം കടിച്ചു പിടിക്കാൻ പോകണ്ട. ഭരണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജീവിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, അനധികൃതമായിട്ടുള്ള സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എല്ലാതും ഫ്രീ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ സ്ട്രെസ്സ് അദ്ദേഹത്തെ അതിന് ഭയങ്കര ഹാർംഫുള്ളാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പിന്നെ പറയുന്നത്, ഗിവൻ ദാറ്റ് വി ആർ നൗ ഫേസിങ് ക്രോണിക് സ്ട്രെസ്, അവർ ബിഹേവിയർ ഈസ് ബിക്കമിങ് മോർ ഇറേഷണൽ. നമ്മുടെ പെരുമാറ്റം മോർ ആൻഡ് മോർ ഇറേഷണലായിട്ട് മാറുകയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ 1 ലക്ഷം ടെസ്റ്റ് ഒരു സംസ്ഥാനത്ത് നടത്തിയിട്ട് ഒരാൾ പോലും അതിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. വി ആർ ലിവിങ് അപ്പോൺ ദി മൗണ്ടൻ ഓഫ് ഇറാഷണാലിറ്റി. റാഷണാലിറ്റി ഇല്ല നമുക്ക്. വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ ഇറാഷണൽ. ചെയ്യുന്നതെല്ലാം അയുക്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യന് പൊറുക്കാനാവാത്തൊരു അബദ്ധമാണ്. ദിവസം നിങ്ങൾ 1 ലക്ഷം ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കണ്ടുപിടിച്ച്, അപ്പം തന്നെ രോഗം കൺഫേം ചെയ്ത്, അപ്പം തന്നെ കുറേ ആൾക്കാരെ തടവിലാക്കി, അപ്പം തന്നെ TPR പ്രഖ്യാപിച്ച്, അതൊന്നും പറ്റുകയില്ല. യു ആർ ബിഗിങ് മോർ ആൻഡ് മോർ. അതായത് നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്. ഈ ഇറാഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതമാണ്. ഒരു സ്ഫോടനത്തോടെ ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തമായ ഒന്നാണ് ഈ ടെസ്റ്റിൻ്റെ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഈ ക്ലട്ടർ എന്നൊരു പദം വേറൊരു ലേഖനത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. വി ആർ ലിവിങ് ഇൻ എ ക്ലട്ടർ ഓഫ് ദീസ് ടെസ്റ്റ്, വാട്ട് യു കോൾ ടെസ്റ്റ്. 150 lakhs of tests is just that irrational clutter. ആ ഒരു ബഹളത്തിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 1.5 ലക്ഷം ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റുകളുടെ ഒരു ബഹളമാണ്. ഇപ്പോൾ ഒരു ടെസ്റ്റുകളുടെ ഒരു കുംഭമേളയാണ്. ടെസ്റ്റുകളുടെ കുംഭമേളയുടെ മുകളിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് ഇറാഷണൽ. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. Given that we are now facing chronic stress, our behavior is becoming more irrational. For example, outdoors is generally a safer place to meet people than indoors because of greater degree of ventilation. മാസ്ക് ധരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഔട്ട്ഡോർസ് എന്ന് പറയുന്നത് എനിഹൗ ഇറ്റ് ഈസ് എ ബെറ്റർ പ്ലേസ്. വൈ? ബിക്കോസ് യു ഹാവ് എ ബെറ്റർ വെന്റിലേഷൻ ദെയർ. ഇൻഡോർസിൽ നമ്മൾ മാസ്ക് ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും ഔട്ട്ഡോർസിൽ നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ
എന്താ സംഭവിക്കുക? അത് കുറേ കൂടെ സേഫായിട്ടാണ്. ഇൻഡോറിൽ നമ്മൾ എന്തിനാ സേഫ്റ്റിക്ക് വേണ്ടി ഇൻഡോറിൽ നമ്മൾ സാധാരണ ധരിക്കാറില്ല, വീട്ടിലൊന്നും ആരും ധരിക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ബോധമുണ്ട്. അത്രയും ഒരു ധീരത നമ്മൾ കാണിക്കുന്നു. പക്ഷേ ഇൻഡോറിൽ കിട്ടുന്നതിനേക്കാളും നല്ല സേഫ്റ്റി നമുക്ക് ഔട്ട്ഡോറിൽ കിട്ടും, മാസ്ക് ഇല്ലാതിരുന്നാൽ. അതാണ് അതിൻ്റെ ഒരു റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഇൻ ഔട്ട്ഡോഴ്സ്, അത് വലിയ ജനത്തിരക്കൊക്കെ ഉണ്ടായാൽ പോലും ഇൻ ഔട്ട്ഡോഴ്സ് യു ആർ മോർ സേഫ് ബിക്കോസ് യു ഹാവ് എയർ ദെയർ, ഫ്രീ എയർ, ആൻഡ് യു ഹാവ് എ ഫ്രീ ബ്രീത്തിങ്. എ ബ്രത്ത് ഈസ് ദെയർ, ഹ്യൂമൻ ബ്രത്ത്. ആ ബ്രത്തിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന തുറസായ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഈ മാസ്ക് ധരിക്കാതെ പോവുക എന്ന് പറയുന്നതാണ് യുക്തി. അതിന് പകരം നമ്മൾ വീട്ടിൽ ഇത് ധരിക്കാതിരിക്കുകയും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 500 രൂപ പിടിച്ചു പറിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഇത് ധരിക്കുകയും ചെയ്യുന്നത് യുക്തിരഹിതമായ ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് ദമനി എന്നാണ്. അദ്ദേഹം ഒരു ബിഹേവിയർ സയൻറ്റിസ്റ്റ് ആൻഡ് പാർട്ട്ണർ അറ്റ് ബ്രീഫ് കേസ് എന്നാണ് ഇതിനെപ്പറ്റി കൊടുത്തിരിക്കുന്ന വിവരം. യെറ്റ് പീപ്പിൾ ഫീൽ സേഫർ ഇൻഡോഴ്സ് ദാൻ ഔട്ട്ഡോഴ്സ്. എന്നിട്ടും പീപ്പിൾ ഔട്ട്ഡോഴ്സിനേക്കാളും ഇൻഡോഴ്സാണ് സേഫ് എന്ന് കരുതുന്നു. വീട്ടിനകത്തിരിക്കുന്നതാണ് സേഫ് എന്ന്. നമുക്കെന്താണ്, നിങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങരുത് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ കരുതുന്നത് ഇൻഡോഴ്സ് ദാൻ ഔട്ട്ഡോഴ്സ്, ഔട്ട്ഡോഴ്സിനേക്കാളും സേഫാണ് ഇൻഡോഴ്സ് എന്ന് കരുതുന്നു. അപ്പം ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയാലേ ആ സ്ട്രെസ്സ് കുറയൂ. സ്ട്രെസ്സ് കുറയണമെങ്കിൽ യു കനോട്ട് സ്റ്റേ വിത്തിൻ യുവർ റൂം ഷട്ട്. വീട്ടിൽ മുറി അടച്ചിരുന്നാൽ നിങ്ങളുടെ സ്ട്രെസ് ഇല്ലാതാകുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡോഴ്സ് ആർ ജനറലി സേഫർ ദാൻ ഔട്ട്ഡോഴ്സ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് അസ്, ബട്ട് നോട്ട് ഡ്യൂറിങ് പാൻഡമിക്. പാൻഡമിക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇൻഡോഴ്സാണ് നമുക്ക് കുറേ കൂടെ സേഫ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്കേർഡായിട്ടുള്ള ആ മൂവ്മെൻറ്റ്സൊക്കെ ഇൻഡോഴ്സിനകത്ത് തന്നെ കിട്ടും. പക്ഷേ പാൻഡമിക് ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വീട്ടിനകത്തിരിക്കുന്നത് കൂടുതൽ അപകടകരമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഈ തരത്തിൽ വായുവിലൂടെ എന്തെങ്കിലും കൂടെ വരികയാണെങ്കിൽ അത് കെട്ടി നിൽക്കുന്നതും തളം കെട്ടി നിൽക്കുന്നതുമായ, വായു തളം കെട്ടി നിൽക്കുന്നതുമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരുന്നാൽ അത് ഇൻഡോഴ്സിലാണ് ഉള്ളത്. പാൻഡമിക് ആണെങ്കിൽ ആ പാൻഡമിക്കിൽ ഈ പറയുന്ന വൈറസ് ഈ തരത്തിൽ ഇങ്ങനെ നമുക്ക് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു എയറിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വീട്ടിനകത്ത് ഇരുന്നാൽ ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ഔട്ട്ഡോഴ്സ്. ഔട്ട്ഡോഴ്സിലാകുമ്പോഴത്തേക്ക് അത് ICMRഉം FAD എല്ലാം പറയുന്നുണ്ട്. ഔട്ട്ഡോഴ്സിലാകുമ്പോഴത്തേക്ക് പറയില്ല, വീട്ടിലായാൽ തന്നെ മാക്സിമം വെന്റിലേഷൻ വേണം. പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അതിൽ ഈ തരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ വൈറസിന് ഒരു വൈറൽ ലോഡ് കൊണ്ട് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത് അങ്ങ് മൂവ് ചെയ്ത് കളയും. അതുകൊണ്ട് നമ്മുടെ മൂക്കിലൊന്നും കടിച്ചു പിടിക്കില്ല, അത് വായിലൊന്നും കടിച്ചു പിടിക്കില്ല. ഔട്ട്ഡോറിലാകുമ്പോഴത്തേക്ക് വൈറസ് ഒന്ന് നമ്മുടെ വായിലൊന്നും കടിച്ചു പിടിക്കില്ല. എന്നാൽ ഒരു 3 കെട്ടി തുണി കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കയറിയിരിക്കും വൈറസ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ പാൻഡമിക്കിൽ ഒരിക്കലും ഇൻഡോർ സേഫർ അല്ല. ദർ ഇസ് റീസൺ ഫോർ ഇറ്റ്. അതായത് ഈ തളം കെട്ടി നിൽക്കുന്ന ഒരു പരിമിതമായിട്ട് നമ്മൾ ഈ വാതിൽ ജനൽ അടച്ചോ അടയ്ക്കാതെ നമ്മളൊരു റൂമിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വെന്റിലേറ്ററിലോ എന്തെങ്കിലും കൂടി ഈ വൈറസിൻ്റെ എലിമെൻറ്റ്സ് കടന്നുകൂടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ അഗ്രസീവ്. അത് കുറച്ചുകൂടെ ആക്രമണ ശേഷിയുള്ളതായിരിക്കും. അത് ഒരു പക്ഷേ ഇറ്റ് മേ ബി ഏബിൾ ടു ഇൻഫെക്റ്റ് യു. അത് നിങ്ങളെ ഇൻഫെക്റ്റ് ചെയ്യാൻ ശേഷിയുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ ഔട്ട്സൈഡിലായി കഴിഞ്ഞാൽ, ഔട്ട്ഡോറിലായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. പീപ്പിൾ ആർ മോർ ലൈക്ലി ടു വെയർ മാസ്ക് ഔട്ട്ഡോഴ്സ് ഓർ ഇറ്റ് ഈസ് ആക്ച്വലി സേഫർ. അപ്പോൾ പീപ്പിൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതാണ്, പുറത്ത് പോകുമ്പോഴാണ് മാസ്ക് ധരിക്കുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ സേഫായിട്ട് ഉള്ളത്. അവിടെയാണ് നമ്മൾ മാസ്ക് ധരിക്കേണ്ടാത്തത്. സേഫർ വിച്ച് അറ്റ് ടൈം ലൈക്ക് ദിസ് ഈസ് എ റിസ്കി ബിഹേവിയർ. പുറത്ത് പോകുമ്പോൾ ഇതുപോലെയുള്ളൊരു കാലത്ത് ഇപ്പോൾ പാൻഡമിക് നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് അദ്ദേഹം പാൻഡമിക് എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നുണ്ട്, സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പാൻഡമിക് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത് ആണെങ്കിൽ
നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഈ മാസ്ക് ധരിക്കുന്നത് ഇറ്റ് ഈസ് മോർ റിസ്കി. അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. കാര്യത്തിൽ യു ആർ നോട്ട് ഏബിൾ ടു ബ്രീത്ത് ഫ്രീലി. അവിടെ ചെന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഡു ഹാം ടു യു. അവിടെ നമ്മൾ എല്ലാം തുറന്നു വെച്ചിട്ട് ആ തുറസായ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാരണവശാലും ഈ രോഗബാധ ഉണ്ടാകില്ല. അതേസമയം കെട്ടിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് കുറേ കൂടി റിസ്ക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ട് തന്നെ ഇറ്റ് വുഡ് അട്രാക്ട് സംതിങ്. അതാണ് പറഞ്ഞത്. അവിടെ സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റേ കുട്ടികളുടെ ഇത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മുഴുവനും വൈറസാണ്. ഈ കെട്ടിനകത്ത് മുഴുവൻ, ഈ മാസ്കിനകത്ത് മുഴുവനും വൈറസാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. After the first COVID wave declined in India, people began traveling, holidaying, partying and attending weddings. ആദ്യത്തേത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഏതാണ്ട് ഫ്രീ ആയി കഴിഞ്ഞിരുന്നു. There was no availability of vaccines then. അന്ന് വാക്സിൻ ഒന്നും ഇല്ലായിരുന്നു. When people had little protection against COVID-19, they behaved fearlessly. അന്ന് സാധാരണയിൽ കവിഞ്ഞ് ഭയമില്ലാതെ ആദ്യഘട്ടത്തിൽ ആളുകൾ പെരുമാറി. There was no vaccine there. വാക്സിൻ ഇല്ലായിരുന്നിട്ട് ആളുകൾ ഭയമില്ലാതെ പെരുമാറാൻ കഴിഞ്ഞു. But now, even after partial or full vaccination, people seem more scared. ഇപ്പോൾ ഈ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം പീപ്പിൾ സീം മോർ സ്കേഡ്. അവർ കൂടുതൽ ഭയമുള്ളവരായി, പേടിയുള്ളവരായി തീർന്നിരിക്കുന്നു ഓഫ് കോൺട്രാക്ടിങ് COVID-19 ദാൻ ദേ വെയർ ആഫ്റ്റർ ദി ഫസ്റ്റ് വേവ്. ഫസ്റ്റ് വേവിനേക്കാൾ ഇപ്പോഴും ഈ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് കൂടി ആളുകൾ കൂടുതൽ ഭയമുള്ളവരായി കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Studies around the world are showing that most vaccines are demonstrating more than 90% protection against hospitalization due to COVID-19. One would think that should make people less fearful. That is not the case. അതായത് 90% ആളുകൾക്കും ആ ഹോസ്പിറ്റലൈസേഷൻ കൂടാതെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും, വാക്സിനേഷൻ ഉണ്ടെന്നാണ് കണക്ക്. പക്ഷേ സംഭവം തിരിച്ചാണ്. ഇത് ഉണ്ടായതിന് ശേഷം ഇപ്പോൾ പിണറായി വിജയൻ്റെ മുണ്ടയിൽ വിജയൻ്റെ കണക്ക് പ്രകാരം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ വാക്സിനേഷൻ ഇത്രയും പേർക്ക് കൊടുത്തതിന് ശേഷം ആളുകൾക്ക് ആത്മവിശ്വാസം കൂടേണ്ടതാണ്. പക്ഷേ ഇവിടെ TPR കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് അഴിച്ചു മാറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുണ്ടയിൽ വിജയ, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ തുറസായ സ്ഥലത്ത് പോകുമ്പോൾ ഇത് അഴിച്ചു മാറ്റുകയോ ആവശ്യമില്ലാത്തടത്ത് ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ TPR റേറ്റല്ല, ഇത് ഏത് റേറ്റും കൂടിക്കൊണ്ടിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചുമയും ജലദോഷവും ഇതിങ്ങനെ കെട്ടിക്കൊണ്ട് കിടന്ന, സ്ഥിരമായിട്ട് കെട്ടിക്കൊണ്ട് കിടന്ന ഇതൊന്നും ഇല്ലെങ്കിൽ അതിന് പാൻഡമിക് ഒന്നും വേണ്ട, ഇല്ലെങ്കിലും ഉണ്ടാവും. അത് വേറെ തരം രോഗങ്ങളായിട്ട് മാറും, അത് ന്യൂമോണിയ ആയിട്ട് മാറും. അത് പറഞ്ഞില്ലേ, ഈ പറഞ്ഞതുപോലെ ഈ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ് നിന്ന് കോർട്ടിസോൾ കൂടുതലായിട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള രോഗങ്ങൾ വർദ്ധിക്കും. ആ രോഗങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ കോവിഡ് കൊണ്ടാണ് മരിച്ചത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. കോവിഡ് കൊണ്ടല്ല, കോവിഡ് കൊണ്ട് ഡ്യൂ ടു കോവിഡ് സ്ട്രെസ് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. പിന്നെ അദ്ദേഹം വേറെ ഈ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആളുകൾ ഒരു ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇതിലൊക്കെ കൊണ്ട് കാശിടുന്നൊരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു ഡെഫിനറ്റായിട്ടുള്ളൊരു സിസ്റ്റം അല്ല. അതൊക്കെ വളരെ റിസ്ക്കി ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ്. പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി ഒന്നും നിലനിൽപ്പുള്ളതല്ല. അതൊക്കെ അതിനെക്കുറിച്ച് ഒരു ഭാഗമാണ്. ഇത്രയാണ് അദ്ദേഹം പറയുന്നത്. മേക്കിംഗ് ഡിസിഷൻസ് അണ്ടർ സ്ട്രെസ്. അതായത് സ്ട്രെസ്സിൻ്റെ കാലത്ത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ 18 ഉപദേശികളെ വെച്ചത്. നിങ്ങൾക്കതിന് കഴിയില്ല. ഒരു മുഖ്യമന്ത്രിക്ക് എടുക്കാൻ കഴിയാവുന്ന തീരുമാനങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമുള്ളൂ. മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ല. യു ഹാവ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് യു ഹാവ് എൻ എക്സിക്യൂട്ടീവ് ദറ്റ് ഈസ് കോൾഡ് സെക്രട്ടേറിയറ്റ്. അവിടെയൊക്കെ ആവശ്യത്തിനുള്ള സ്റ്റാഫുണ്ട്. IAS IPS ഒക്കെ പാസ്സായി വരുന്ന ആൾക്കാരുണ്ട്. അത് പാസ്സാകാത്ത അതിനേക്കാളും മിടുക്കന്മാരായിട്ടുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫുണ്ട്. ചിന്തിക്കാൻ കഴിയുന്ന പല കമ്മ്യൂണിറ്റികളുമുണ്ട്. അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവരിൽ നിന്നെല്ലാമുള്ള ആശയ സമാഹരണത്തിലൂടെ ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്വാസം വിട്ടുകൊണ്ട്, അതായത് ഒരു XY കാറ്റഗറി സുരക്ഷയും അല്ലെങ്കിൽ എന്നെ കൊല്ലോ എന്നുള്ള പേടി, അതൊക്കെ
മറക്കുക, നമ്മളെല്ലാം മരിച്ചു പോകും. ആരെയൊക്കെ വെടിവെച്ച് കൊല്ലും. അതിൻ്റെ പേരിൽ അതിന് പേടിച്ച് എപ്പോഴും തോക്കും കൊണ്ടൊന്നും നടക്കേണ്ട കാര്യമൊന്നും. അതിൻ്റെ ഒന്നും കാര്യമില്ല. ഒരു ഭരണാധികാരി ഒരു തോക്കും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കും. അതൊക്കെ വലിച്ചെറിയുക. നിങ്ങളെ പരിചരിക്കാൻ ആരും വേണ്ടെന്ന് പറയുക. നിങ്ങൾക്ക് അകമ്പടി വാഹനങ്ങൾ വേണ്ടെന്ന് പറയുക, ചിലവ് കുറയ്ക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നും നടന്ന് ആളുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ 3 മുഖം മൂടി കെട്ടെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ നടന്നു പോകുക. യു വിൽ ബി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ്, ദി പ്രോപ്പർ ഡിസിഷൻസ്. ഇപ്പോൾ നമ്മൾക്ക് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, WHO ഡിസിഷൻ എടുക്കുന്നു, FID ഡിസിഷൻ എടുക്കുന്നു, CDC ഡിസിഷൻ എടുക്കുന്നു, ICMR ഡിസിഷൻ എടുക്കുന്നു, PM മോഡി ഡിസിഷൻ എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്കെന്തോ ഡിസിഷൻ എന്നാണ് ചോദിക്കുന്നത്. അതല്ല, വി വിൽ ഹാവ് ടു ടേക്ക് അവർ ഓൺ ഡിസിഷൻസ്. ഒരു കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഒരു കേരള സംസ്ഥാനത്തിലെ ജനതയ്ക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ട്. നമ്മളെന്താണ്, എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അതിന് നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതും ഇതിനേക്കാൾ ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടതുമായ മറ്റൊരു ലേഖനമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്നത്. ഡോക്ടർ സുനിൽ ചാണ്ടിയും ഡോക്ടർ ജോർജ് ചാണ്ടി, ഫോർമർ ഡയറക്ടേഴ്സ് ഓഫ് വെല്ലൂരിൽ തന്നെയാണ്, വെല്ലൂരിലെ 2 ഡോക്ടേഴ്സാണ്. അത് ഞാനൊന്ന് ഓടിച്ച് വായിക്കാം. അത് സമയം ഒരുപാടായിപ്പോയി. അരമണിക്കൂറെങ്കിലും കൂടെ വേണ്ടി വരും ചിലപ്പോൾ ശരിക്കും ഡിസ്കസ് ചെയ്യണമെങ്കിൽ. ഹെൽത്ത് ഈസ് നൗ റെക്കഗ്നൈസ്ഡ് ആസ് എ മാർക്കർ ഓഫ് എക്കണോമിക് പ്രോഗ്രസ്. ഇപ്പോൾ ഹെൽത്തിനെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയുടെ പുരോഗതി, ഡെവലപ്മെൻ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എക്കണോമിക് പ്രോഗ്രസ്, അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം അതിൻ്റെ ഒരു കടവ് കണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയറിൻ്റെ രംഗത്താണ്. മേക്ക് മാക്സിമം പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹെൽത്ത് കെയർ. അതുകൊണ്ടാണ് അതിനെ എക്കണോമിക് പ്രോഗ്രസിൻ്റെ ഒരു ഇൻഡെക്സ് എന്ന നിലയിൽ കാണുന്നത്. ഇന്നോവേറ്റേഴ്സ് ഹാവ് ഓൾറെഡി അൺലീഷ്ഡ് എ പ്ലെത്തോറ ഓഫ് ഹെൽത്ത് കെയർ ഓപ്ഷൻസ് ബർത്ത് ഔട്ട് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. അപ്പോൾ നമ്മൾ നോളജ് എക്കോണമിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഇന്നോവേറ്റീവ് ജീനിയൽ പേഴ്സൺസ്. ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന രീതിയിൽ പുതുതായിട്ടുള്ള കൽപ്പനകളും ഭാവനകളും ഒക്കെ ഉള്ളത്. ഇന്നോവേറ്റേഴ്സ് ഹാവ് ഓൾറെഡി അൺലീഷ്ഡ്, അതായത് അങ്ങ് അൺലീഷ്ഡ് എന്ന് വെച്ചാൽ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. അൺലീഷ്ഡ് എ പ്ലെത്തോറ ഓഫ് ഹെൽത്ത് കെയർ ഓപ്ഷൻസ്. ഹെൽത്ത് കെയർ ഓപ്ഷൻസിൻ്റെ, അതായത് എങ്ങനെ ആരോഗ്യ പരിരക്ഷണം നടത്തണമെന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശങ്ങളുടേതായ ഒരു പ്രളയം തന്നെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് ഇന്നോവേറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോട് കൂടി ബർത്ത് ഔട്ട് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടി എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സമ്പ്രദായങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരിക്കുകയാണ്. വെയറബിൾ ഡിവൈസസ്, അത് എന്തൊക്കെ ഡിവൈസസ് നമ്മൾ ധരിക്കണം, നമ്മൾ എന്തൊക്കെ ഡിവൈസസ് ധരിക്കണം. മെഡിക്കൽ ആപ്സ്, ആപ്പുണ്ടല്ലോ ഇപ്പോഴത്തെ ആപ്പുകൾ, മെഡിക്കൽ ആപ്സ്, വെൽനസ് പ്രോഗ്രാംസ്, ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഹാവ് ഫ്ലഡഡ് ദി റീറ്റെയിൽ മാർക്കറ്റിൽ ഈ ബദൽ മരുന്നുകൾ ഇതെല്ലാം റീറ്റെയിൽ മാർക്കറ്റിൽ അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് മെനി ഓവർ ദി കൗണ്ടർ ഓപ്ഷൻസ് ഫോർ ദി ഹെൽത്ത് സീക്കിംഗ് പബ്ലിക്. അപ്പോൾ ഹെൽത്തിനെ പറ്റി ഉത്കണ്ഠപ്പെടുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരുപാട് ആരോഗ്യ മാസികകളുണ്ട്. നമ്മുടെ എല്ലാ പത്രങ്ങൾക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഭയങ്കര ഉത്കണ്ഠയാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശിക്കാനായിട്ട് ഈ ആരോഗ്യ മാസികകൾ വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവരത് ഒരുപാട് ഏർപ്പാടുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പെരുപ്പം, അതായത് ഒരു വ്യവസ്ഥാരഹിതമായ പെരുപ്പം ഉണ്ടായിരിക്കുകയാണ്. വിത്ത് ദി റൈസിങ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് എ നെറ്റ് ഇൻഫോംഡ് പബ്ലിക്, വി ആർ എ നെറ്റ് ഇൻഫോംഡ് പബ്ലിക്. മനസ്സിലായല്ലോ? നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മുണ്ടയിൽ വിജയൻ പറയുന്നത് പോലെ നമ്മൾ ഇൻ്റർനെറ്റ് എല്ലാവർക്കും ലഭ്യമാക്കി തീർക്കും. സോ ബിക്കം
we become a net-informed public. Medical practitioners find it easier to comply with their demands rather than offer rational therapy. അപ്പോൾ ഒരു റാഷണലായിട്ട് യുക്തിസഹമായ എന്തെങ്കിലും ചികിത്സ, തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കേഷൻ കൂടാതെയുള്ള ചികിത്സയ്ക്കാണ് സാധാരണ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റാഷണലായിട്ട് ഇപ്പോൾ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷിക്കാറുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ അസുഖം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും തരം മരുന്ന് മതി, അല്ലെങ്കിൽ മരുന്ന് തന്നെ വേണ്ട എന്ന് പറയുന്നതിനാണ് റാഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ സംഭവിക്കുന്നത്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു കംപ്ലൈ വിത്ത് ദെയർ ഡിമാൻഡ്സ്, വിത്ത് ദി ഡിമാൻഡ്സ് ഓഫ് ദി പീപ്പിൾ. വൈ? ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി നെറ്റ്. നെറ്റിൽ നിന്ന് നമുക്ക് പലതും കിട്ടുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലതും കിട്ടുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നമ്മളെ സുന്ദരികളും സുന്ദരന്മാരും മാത്രം അല്ല, COVID-19 നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് പേസ്റ്റാണ് വേണ്ടത്, ഏത് ടങ് ക്ലീനറാണ് വേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരുപാടുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി എന്നുള്ള അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. റാദർ ദാൻ ഓഫർ റാഷണൽ തെറാപ്പി ഇൻ ദി പോസ്റ്റ് കോവിഡ് വേൾഡ് സ്ട്രിക്കൻ വിത്ത് പാനിക് ആൻഡ് പാരനോയിയ. നൗ ദിസ് ഈസ് എ വേൾഡ്. ഇവിടെ മറ്റൊരു പറഞ്ഞ ആ സ്ട്രെസ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാണ്. ദർ ഇസ് പാനിക്, പരിഭ്രാന്തിയുണ്ട്, ആൻഡ് പാരനോയിയ. പാരനോയ എന്ന് വെച്ചാൽ ഡൗട്ടിങ് അല്ലെങ്കിൽ ഹാവിങ് സസ്പിഷൻ. അത് നമുക്ക് എല്ലാത്തിനെ പറ്റിയും നമ്മളെപ്പറ്റി തന്നെ സംശയം. എനിക്ക് അതുണ്ടോ, എനിക്ക് ഇതുണ്ടോ, എൻ്റെ കൈ ഇവിടെ വേദനിക്കുന്നു, അവിടെ വേദനിക്കുന്നു, കാലിൽ ഒരു നീര് പോലെ വരുന്നുണ്ട്, തലയിലൊരു ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ട്, മറ്റിടം ചൊറിയുന്നുണ്ട്, ഇവിടം ചൊറിയുന്നുണ്ട്, ഇത് ഇവിടെയൊക്കെ ചില സ്ക്രാച്ചസ് കാണുന്നുണ്ട്, റാഷസ് കാണുന്നുണ്ട്, ഇതിനി മറ്റവൻ തന്നെ ആയിരിക്കുമോ, കോവിഡ് തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് നമ്മൾ പാരനോയിക്കാവുകയാണ്. നമ്മൾ എന്തോ ഒരു വലിയ അസുഖത്തിൻ്റെ മേഖലയിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഭീതിജനകമായ ആത്മസംശയത്തിനാണ് പാരനോയ. പാരനോയ എന്ന് പറയുന്നത് എന്തിനെ കണ്ടാലും സംശയിക്കുന്ന ഒരു മനോരോഗത്തിനാണ് പാരനോയ എന്ന് പറയുന്നത്, പാരനോയിക് എന്ന് പറയുന്നത്. ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും നമ്മൾ നേരെ കാണാതെ അവിടെയൊക്കെ എന്തൊക്കെയോ ഈ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള എന്തോ അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു രോഗം നമുക്ക് ചുറ്റും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഫ്രം പാനിക് ടു പാരനോയ. ഹെൽത്ത് കെയർ പ്രാക്ടീസ് വിൽ ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ ഇവിടെ ഹെൽത്ത് കെയർ വുഡ് ചേഞ്ച്. ഇങ്ങനെ പാനിക്കും പാരനോയയും ഉള്ള ഒരു സമൂഹത്തിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് മാറി വരുന്നുണ്ട്. ഇൻ ദി അബൻഡൻസ് ഓഫ് ഓപ്ഷൻസ് ഓവർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വരെയാണ് ഒരു രോഗം വരുമ്പോഴത്തേക്ക്. ആ ഓപ്ഷൻസ് വരുമ്പോഴത്തേക്ക് ഓവർ ഡയഗ്നോസിസ്. അപ്പോൾ ഇവിടെ നടന്നതെല്ലാം ഓവർ ഡയഗ്നോസിസാണ്. ഇവിടെ കോവിഡ് എന്ന് പറയുന്നത് മിസ്ഡയഗ്നോസിസും ഓവർ ഡയഗ്നോസിസുമാണ്. അതായത് നമുക്ക് ഒരു ചെറിയ പനിയും ജലദോഷവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ പറഞ്ഞില്ലേ ഏത് വൈറസാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ 2 ആഴ്ച നമ്മൾ ക്വാറന്റൈനിൽ കഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ സബ്ജക്റ്റ് ടു ഓവർ ഡയഗ്നോസിസ്. ജലദോഷത്തിനുള്ളൊരു മരുന്ന് കൊടുത്ത് നമ്മൾ തിരിച്ചു വിടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ജലദോഷം പനിയായി മാറാതിരിക്കാനും പനി കുറേ കൂടെ കെടുത്ത് ന്യൂമോണിയായി മാറാതിരിക്കാനും സമയാസമയങ്ങളിൽ ചെക്ക് ചെയ്ത് ഒരു ഹെൽത്ത് കെയറിൻ്റെ അഡ്വൈസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഈ കോവിഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വൈറസാണ്. ആ വൈറസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതോർക്കിലും ശ്വാസനാളത്തിൽ കയറി മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും അത് ബാധിക്കും. അതും പലതരം മോർബിഡിറ്റി ഉള്ളിടത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഓവർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറയുന്നതിന് അതിൻ്റേതായ ഒരു ക്രമമുണ്ട്. ആ ക്രമമെന്ന് പറയുന്നത് ഓൾ ദീസ് ടെസ്റ്റ് ആർ അൺനെസസറി. ഈ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ PCR പോലെയുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായി ഓവർ ഡയഗ്നോസിസാണ്. അതായത് അത് നേരത്തെ ജോൺ ടി ജേക്കബ് സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്ക്. എക്സ്റേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഫെക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ദെയർ ആർ ക്ലിനിക്കൽ മെത്തേഡ്സ്. ഒരു രോഗിയെ നമുക്ക് കൈ കിട്ടിയാൽ പരിശോധിക്കാനുള്ള ക്ലിനിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിന് വന്നപാടെ ആളിൽ വഴിയെ പോകുന്നവരൊക്കെ പിടിച്ച് PCR ടെസ്റ്റ് നടത്തുന്നതിനാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ഓവർ ഡയഗ്നോസിസ്.
അതൊരു ഓവർ ഡയഗ്നോസിസ് ആണ്. നിങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റ് അല്ല എന്ന് നിങ്ങൾ ഏതാണ്ട് കൺഫ്യൂസ് ചെയ്യുന്നൊരവസ്ഥ എത്തിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും PCR കൊടുക്കുകയാണെന്നാണ്. എന്തിന് PCR? PCR ഈസ് ആൻ ഓവർ ഡയഗ്നോസിസ്. ഓവർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എക്സാമിൻ ചെയ്ത് നിങ്ങൾ വെൻ ഇറ്റ് ബിക്കംസ് ഇൻകൺക്ലൂസീവ്, നിങ്ങൾക്ക് രോഗകാരണം കണ്ടെത്താനാവാതെ വരുമ്പോഴത്തേക്ക് ഇനി വേറെ ഏതെങ്കിലും വൈറസ് ആണോ എന്നറിയാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു PCR ചെയ്ത് തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, ഇൻഫെക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഡിസീസ് ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മോർബിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അഗ്രവേഷൻ ആണോ എന്നൊക്കെ ഒരു ഡോക്ടർക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് PCR നടത്തുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓവർ ഡയഗ്നോസിസ്, നത്തിങ് മോർ. ദി അബൻഡൻസ് ഓഫ് ദീസ് ടെസ്റ്റ് 1.50 lakhs per day. ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ അബൻഡൻസ് എന്ന് പറയുന്നതും ഈ ധാരാളിത്തം എന്ന് പറയുന്നതും ടെസ്റ്റുകളുടെ ധാരാളിത്തം എന്ന് പറയുന്നതും ഇത് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾക്കിത് അത്ര ഇവനിതാര് പറയാനും ഇതൊക്കെ ഈ ശരിക്കും ഈ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് പറയുന്നത്. അവർ പറയുന്ന അബൻഡൻസ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഓവർ ഡയഗ്നോസിസ്, ദിസ് ഈസ് ഡെഫിനറ്റ് ഓവർ ഡയഗ്നോസിസ്. ദെർ ഈസ് നോ നീഡ് ഓഫ് ഇറ്റ്. അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഓവർ ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഓവർ ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ്? ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കോവിഡ് ഉണ്ട്, നിങ്ങൾ ഒരു ആശുപത്രി, ഞാൻ ഒരാളിനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആശുപത്രിയിൽ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയണം നിങ്ങളൊരു PCR ടെസ്റ്റ് എടുത്തിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന്. ഇതെന്താണിത്? ഇറ്റ് ഈസ് ഓവർ ഇൻവെസ്റ്റിഗേഷൻ, ഓവർ ഡയഗ്നോസിസ് ആൻഡ് ഓവർ ട്രീറ്റ്മെൻറ്റ്. വെറുതെ ഇരിക്കുന്ന ആളിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ റെംഡെസിവിർ എന്ന് പറയുന്ന മാരകമായ മരുന്ന് കൊടുക്കുന്നു, കോർട്ടിസ്റ്റെറോയിഡ്സ് കൊടുക്കുന്നു. അത് എന്തൊരു അപകടകരമായ ഒരു പ്രവർത്തനമാണ്. അതാണ് ഓവർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓവർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് നെസസറി. ഫസ്റ്റ് യു വിൽ ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ ഡിസീസ്. എന്താണ് ഡിസീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സാധാരണമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. സിമ്പിൾ ഹെൽത്ത് കെയർ മെത്തേഡ്സ് ആർ ദെയർ. അതിലൂടെ നിങ്ങൾക്ക് ഒന്നിലും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമേ നിങ്ങൾ പുതിയ ഡിജിറ്റൽ സാങ്കേതിക ഉപകരണങ്ങൾ പ്രയോഗിക്കേണ്ട കാര്യമുള്ളൂ. ലാബിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. വിൽ ബിക്കം ദി റുട്ടീൻ. ഇതൊരു റുട്ടീനായിട്ട് മാറുകയാണ്. ഓവർ ഡയഗ്നോസിസ്, ഓവർ ട്രീറ്റ്മെൻറ്റ്, ഈ ഓവർ ഇൻവെസ്റ്റിഗേഷൻ. അത് ആവശ്യമില്ല. നമുക്കറിയാം, ഇപ്പോൾ സാധാരണ അല്ലെങ്കിൽ തന്നെ അറിയാം ഇതൊക്കെ. കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ ഈ വരുന്നവരെല്ലാം തന്നെ ആദ്യം തന്നെ ICUവിൽ പിടിച്ച് കിടത്തുക, അല്ലെങ്കിൽ വെൻറ്റിലേറ്ററൊക്കെ അധികമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ കിടക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആളെല്ലാം വെൻറ്റിലേറ്ററിൽ പിടിച്ച് കിടത്തുക. ഈ ഏർപ്പാട് പണ്ടും ആശുപത്രികളുണ്ടായിരുന്നു. ചില ആശുപത്രികൾ വെറുതെ ആളുടെ മരിച്ചതിന് ശേഷവും വെൻറ്റിലേറ്ററിൽ പിടിച്ച് കിടത്തിയിട്ട് 10 ദിവസം പിടിച്ച് കിടത്തിയിട്ട് അതിൻ്റെ പൈസ വാങ്ങുമായിരുന്നു. അപ്പോൾ ഈ സാങ്കേതിക ഉപകരണങ്ങളുടേതായിട്ടുള്ള ആധിക്യം ഉണ്ടായതുകൊണ്ട് ഈ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോങ് പ്രിസ്ക്രിപ്ഷൻസ് വിത്ത് മൾട്ടി വിറ്റാമിൻസ്, ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ്, സ്റ്റെറോയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ആൻറ്റി ഡിപ്രസൻസ് ആസ് പാർട്ട് ഓഫ് എ ഡിഫെൻസീവ് ടേക്ക് നോ ചാൻസ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുറിച്ച് തരും. ആൻറ്റിബയോട്ടിക് കുറിച്ച് തരും. ഞാൻ വേണമെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കാണിച്ചു തരാം. ഒരസുഖവും ഇല്ലാതെ ഓഫീസിൽ ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജോലിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് അന്വേഷിച്ച് പോയ ഒരാൾക്ക് ഇത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ പൾമണോളജിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞ് ഇതൊന്നുമില്ല. പിന്നെ ഒരു ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഞാനിതിലൊന്നും കാണുന്നില്ല, ഇത് കാണുന്നത് ഹൃദയമാണ്, അത് ഇൻഫെക്ഷൻ ഒന്നുമല്ല, നിങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ആ രോഗിക്ക് രോഗി അല്ലാത്ത ആ ഒരു വ്യക്തിക്ക്, ആ ഒരു പേഴ്സണ് ആൻറ്റി ഡിപ്രസൻസ് കുറിച്ച് കൊടുത്തു, ആൻറ്റിബയോട്ടിക്സ് കുറിച്ച് കൊടുത്തു, വിറ്റാമിൻസ് കുറിച്ച് കൊടുത്തു, വിറ്റാമിൻ C എന്തോ കുറിച്ച് കൊടുത്തു. ഇതെല്ലാം കുറിച്ച് എന്താണ്? ഗിവിങ് നോ ചാൻസ്. ഒരു തരത്തിലും ഒരു രോഗവും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സകല തരത്തിലുള്ള ഡിഫൻസ് നമ്മളങ്ങ് എടുക്കുക. ദർ ഇസ് നോ നീഡ് ഓഫ് ഇറ്റ്. ഇതെല്ലാം കൂടെ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്.
ആസ് പാർട്ട് ഓഫ് ഡിഫെൻസീവ് ടേക്ക് നോ ചാൻസ് അപ്രോച്ച് വിൽ ബിക്കം കോമൺ പ്ലേസ്. ഇത് സാധാരണമായി തീരും. ഇനി വരുന്ന ഈ കോവിഡാനന്തര കാലത്തെ രോഗപരിചരണത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ വരാൻ പോകുന്നൊരു വിപത്ത് ഇതാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട ഓരോ മരുന്ന് നിൽക്കുന്നതെന്നേക്കും. അപ്പോൾ ഏത് വന്നാലും അത് കയറി ഏറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏതാണ്ട് ശരിയായിക്കൊള്ളും. ദ റിസൾട്ടിങ് പോളിതെറാപ്പി. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഇൻഡിജിനസ് മെഡിസിൻസ്, നമ്മളിപ്പോൾ ആയുർവേദം പോലെയുള്ള മെഡിസിൻസ് അതിനെ കൂടെ ഇതിൻ്റെ അകത്ത് ഇൻഡക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ നാഗാർജുന അവരുടെ കൊണ്ട് വന്നിട്ട് അതൊരു പോളിതെറാപ്പിയുടെ ഒരു ഭാഗം കൂടെ ആയിട്ട് മാറുന്നുണ്ട്. അവരുടെ ഒരു അലോപ്പതിക്കാരായതുകൊണ്ട് അവിടെ ഒരു നിലപാടാണ്. അതും അനാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഐദർ യു ടേക്ക് ആയുർവേദ ഓർ അലോപ്പതി. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കേണ്ട കാര്യമില്ലെന്നേ അവർ പറയുന്നുള്ളൂ. അത് ഹെൽത്ത് കെയർ ഓവർ ദി ഇയേഴ്സ് ഹാസ് ബീൻ ക്ലട്ടേർഡ് വിത്ത് നീഡഡ് ആൻഡ് അൺനീഡഡ് അഡീഷൻസ്. വാട്ട് ഈസ് എ ക്ലട്ടർ? ക്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ അസംബ്ലിയിൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയും ചാടുകയും ഓരോ ബഹളവും അതെല്ലാം കൂടെ കാണിക്കുന്നതിനാണ് സാധാരണ ഇതിൽ ക്ലട്ടർ എന്ന് പറയുന്നത്. എന്തിൻ്റെങ്കിലും ആധിക്യം ഒന്നിനു മീതെ ഒന്നായിട്ട് അങ്ങനെ ഒന്നുകൂടി വരുന്നതിനാണ് ക്ലട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്ത് കെയർ ഓവർ ദി ഇയേഴ്സ് ഹാസ് ബീൻ ക്ലട്ടേർഡ്. അങ്ങനെ ഒരു ക്ലട്ടേർഡ് വിത്ത് നീഡഡ് ആൻഡ് അൺനീഡഡ് അഡീഷൻസ്. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒന്നിനു മീതെ ഒന്നിന് ഇങ്ങനെ കുന്നുകൂട്ടുന്ന ഒരവസ്ഥ ഹെൽത്ത് കെയർ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ with artificial intelligence and other techno tools promising a revolution in healthcare, one could argue that health for all would be achieved soon. On the threshold of this new dawn, the pandemic struck, the learnings of which have unmasked different story. The upheaval experienced was due more to the lack of simple and basic layers of care than the limited techno-heavy ഫെസിലിറ്റീസ് അവൈലബിൾ. ഇവിടെ ഈ തരത്തിൽ ഒരു പാൻഡമിക്കിൻ്റെ ഒരു അപ്ഹീവൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ തരത്തിൽ പാൻഡമിക് ഒന്ന് വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഡ്യൂ ടു ദി ലാക്ക് ഓഫ് സിമ്പിൾ ആൻഡ് ബേസിക് ലെയേഴ്സ് ഓഫ് കെയർ. സിമ്പിൾ ആൻഡ് ബേസിക് ലെയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ ആർ ദെയർ. അതില്ലാതെ പോയി. അതിന് പകരം നിങ്ങൾ ഏറ്റവും ആധുനികമായിട്ടുള്ള, പറഞ്ഞില്ലേ, വെന്റിലേറ്ററിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ഏറ്റവും അവസാനം നമ്മൾ അന്വേഷിക്കേണ്ട വെന്റിലേറ്റർ വാങ്ങുന്നതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ, പിന്നെ രണ്ടാമത് അത് ഒരു അഭ്യാസമായിരുന്നു. പിന്നെ മാസ്ക്, മറ്റേ സോഷ്യൽ ഡിസ്റ്റൻസ്, അതൊക്കെ പോട്ടെ. അപ്പോൾ ആ തരത്തിൽ അതിന് പകരം സിമ്പിളായിട്ടുള്ള ഹെൽത്ത് കെയറിൻ്റെ ആ മീൻസിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന വളരെ ഹെവി ആയിട്ടുള്ള ടെക്നോ ഹെവി ഫെസിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഉദാഹരണമാണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നോ ഹെവി ഫെസിലിറ്റി. ആ ടെക്നോ ഹെവി ഫെസിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളൊരു ആക്രാന്തം, അങ്ങനെയുള്ളതിനോട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭ്രമം തന്നെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ടാബ് കുട്ടിയെ കൊടുക്കുക, മൊബൈൽ കുട്ടിയെ കൊടുക്കുക, ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുക, വെർച്വൽ ക്യൂ ഉണ്ടാക്കുക, ഇതൊരു മഹാമാരിയാണെന്ന് പറയുക. മഹാമാരിയാകുമ്പോഴത്തേക്ക് ഹെവി ടെക്നിക്കൽ ഫെസിലിറ്റീസ് വേണം എന്ന് പറയുക. അതിനാണല്ലോ ഹൈടെക് സ്കൂളുകൾ വേണമെന്ന് പറയുന്നത്. ഇതിലെല്ലാം വിദ്യാഭ്യാസത്തിലും ഇതിലും എല്ലാം ഉണ്ട്. സിമ്പിൾ ആൻഡ് ബേസിക് ലെയേഴ്സ് ആർ ദെയർ വിച്ച് വുഡ് സസ്റ്റെയിൻ ഹ്യൂമാനിറ്റി. അവിടെ നിന്ന് തുടങ്ങണം. കറക്ഷൻ ബിഗിൻസ് ദെയർ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ ഏറ്റവും രൂക്ഷതരമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇടാം. അല്ലാതെ ഒരു പകർച്ചവ്യാധി വരുന്നതെന്ന് കേട്ടപ്പോൾ പകർച്ചവ്യാധി എന്താണ് എന്ന് പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മളിവിടെ വെന്റിലേറ്റർ വാങ്ങിക്കൂട്ടി. ബിക്കോസ് അതൊരു ശ്വാസകോശ സംബന്ധമായ രോഗമായിരിക്കും. അതുകൊണ്ട് വരുന്നവരെല്ലാം ഉടനെ തന്നെ വന്ന് വെന്റിലേറ്ററിലെടുത്ത് കിടത്തി കൊന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല എന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ വെന്റിലേറ്റർ വാങ്ങി കൂട്ടിയ ഒരു ജനതയാണ് നമ്മൾ. അതാണ് പറഞ്ഞത് ഈ ഹെവി. അത് വളരെ റിഡിക്കുലസാണത്, വളരെ റിഡിക്കുലസാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വരുന്നവരിൽ പലരും രോഗികളാണ്. നിങ്ങൾ എത്ര പേരെ വെന്റിലേറ്ററിൽ കിടത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? നിങ്ങൾ എത്ര പേരെ വെന്റിലേറ്ററിൽ കിടത്തി കൊന്നിട്ടുണ്ട്? കണക്കെടുക്കാം. ഐ ചലഞ്ച്
നിങ്ങൾ വെന്റിലേറ്ററിൽ കിടത്തി കൊന്നവരുടെ എണ്ണം കൃത്യമായും പറയാൻ കഴിയും. പക്ഷേ വെന്റിലേറ്ററിൽ കിടത്തി രക്ഷപ്പെട്ട 1-2 പേരെ പറ്റും അത് വെന്റിലേറ്റർ കൊണ്ടാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. വെന്റിലേറ്ററിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞ പാതി കേൾക്കാത്ത പാതി അതിൻ്റെ കച്ചവട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വെന്റിലേറ്ററിൽ കയറിയ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. This reality must prompt stakeholders to qualitatively declutter. A decluttering is necessary. Decluttering എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൂമ്പാരം. അതായത് ഈ പരിചരണ ഉപകരണങ്ങളുടെയും പരിചരണ സമ്പ്രദായങ്ങളുടെയും ഒരു കൂമ്പാരത്തിൽ നിന്ന് രോഗികളെ ഡീക്ലട്ടർ ചെയ്യണം, മുക്തരാക്കി തീർക്കണം. മുക്തരാക്കിയിട്ട് they should come to the level of treatment that's simple and bare. അതിൻ്റെ ഒരു സിമ്പിൾ ലെയറിലേക്ക് അവരെ കൊണ്ടുവരണം. അതാ പറയുന്നത്. ഈ അത്യാധുനികമായ ഉപകരണ സാമഗ്രികളുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക്, അതിൻ്റെ പുതിയ പുതിയ സങ്കേതങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയി. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എന്ന് പറഞ്ഞ് മറ്റേതെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ കമാൻഡോസിനെ സഹിതം കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ പരിശോധന നടത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെ വൈകൃതങ്ങളാണ് കാണിച്ചത്. ഇറാഷണാലിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. ഇതിന് ഉയരത്തിലോട്ട് അയുക്തികതയ്ക്ക് പറന്നു പോകാനാകാത്ത തരത്തിലുള്ള വിഭ്രാന്തികളാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടികൾ ഇപ്പോഴും നിങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റ് 1.5 ലക്ഷം ടെസ്റ്റ്, 1 ലക്ഷം ടെസ്റ്റ് എന്ന് പറയുന്നത് അത് എടുത്തുകൊണ്ട് വരുന്നവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം എന്നാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം. കരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഡെട്രിമെൻ്റൽ ടു ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയെ കൊല്ലുകയാണ് നിങ്ങൾ. കൊല്ലുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിന് കുറേ കൂടെ ആധികാരികതയുണ്ട്. CMC വല്ലൂരിലെ 2 ഡോക്ടർമാരാണ്, അവരാണ് പറയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓവർ ഡയഗ്നോസിസിൻ്റെ ആവശ്യമില്ല, ഓവർ മെഡിക്കേഷൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഓപ്റ്റിമൈസിങ് ഹെൽത്ത് കെയർ ഡെലിവറി. അതായത് ഹെൽത്ത് കെയർ ഡെലിവറിയിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുക. എങ്ങനെയാണ്? ബൈ ഓഫറിങ് എവിഡൻസ്ഡ് എസെൻഷ്യൽ കെയർ. ദാറ്റ് ഈസ് ദി വേ ഫോർവേഡ്. മുമ്പോട്ടുള്ള വഴി. നോട്ട് എ ക്ലട്ടർ ഓഫ് ദീസ് ഡിവൈസസ്. ഈ ഡിവൈസസിൻ്റെ എല്ലാം ഒരു കൂമ്പാരം. നിങ്ങൾ ഉടനെ തന്നെ ഒരു ആംബുലൻസ് വരുന്നു, വിളിക്കുന്നു, ആംബുലൻസ് കയറ്റുന്നു, ആംബുലൻസ് ഇങ്ങനെ വളരെ സെൻസേഷണലായിട്ട് ഓടിച്ചു പോകുന്ന വഴിയിൽ അത് എവിടെ നിർത്തണമെന്ന് അറിഞ്ഞൂടാ, അതിനാളിനെ എവിടെ കൊണ്ടുവിടണമെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കടത്തിണ്ണയിലാകുന്നു, കുറച്ച് പേര് ആശുപത്രിയിലാകുന്നു. ആശുപത്രിയിൽ ചെന്നതിന് ശേഷം എവിടെ കിടത്തണമെന്ന് അറിഞ്ഞൂടാ, അവിടെ ഒരു വിഭ്രാന്തി, പരവേശം, ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരം ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ചെയ്യേണ്ട ഓപ്റ്റിമൈസിങ് ഹെൽത്ത് കെയർ ഡെലിവറി. ഓപ്റ്റിമൈസിങ് എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം അറ്റ് ദി ഓപ്റ്റിമം ലെവൽ എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ലെവലിൽ, നല്ല തലത്തിൽ ഓപ്റ്റിമൈസിങ് ഹെൽത്ത് കെയർ ഡെലിവറി ബൈ ഓഫറിങ് എവിഡൻസ് എസെൻഷ്യൽ കെയർ. ഓഫറിങ് എവിഡൻസ്ഡ്, അതായത് കൃത്യമായി എവിഡൻസ് ഉള്ള എസെൻഷ്യൽ കെയർ, അത്യാവശ്യം വേണ്ട പരിചരണം. എസെൻഷ്യൽ എന്ന് വെച്ചാൽ വാക്കിൻ്റെ നിങ്ങൾക്ക് അർത്ഥം അറിയാമല്ലേ? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമെല്ലാം ചെയ്യരുതേ എന്നാണ് പറയുന്നത്. ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മുൻവിധിയോടെ നിങ്ങൾ ആ രോഗിയെ ആക്രമിക്കരുത്. നിങ്ങളൊരു PCR ടെസ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞ് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ ജലദോഷം, എനിക്ക് നല്ല ജലദോഷമുണ്ട്, എനിക്ക് പറഞ്ഞില്ലേ 1 മാസം 2 ദിവസം 2 പ്രാവശ്യമെങ്കിലും ജലദോഷം വരും. അപ്പോഴെല്ലാം ഇത് കോവിഡ് ആണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി പിടിച്ച് കിടത്തി എന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇടയ്ക്ക് ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ അത്രയും നല്ല കാര്യമായിരുന്നു. എന്നാലും അത് സംഭവിച്ചില്ല. എന്നാലും അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ, ഒരു ചെറിയ പനി വരുന്നു, പനി ചിലപ്പോൾ ഒരു 102 ഡിഗ്രിക്കും അപ്പുറം പോകുന്നു. അപ്പോൾ നമ്മൾ ഡോളോ കൊടുത്തിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അസിത്രോൾ കൊടുത്ത് നോക്കുന്നു, ഇത് ശ്വാസകോശ സംബന്ധമാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് താനോട്ട് വരും. അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. ആൻറ്റിബയോട്ടിക്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി വൈറൽ. അങ്ങനെയാണെങ്കിൽ വൈറലിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ദർ ഇസ് നോ നീഡ് ഓഫ് എക്സ്ട്രാ മെഡിക്കേഷൻ ദെയർ. അവിടെയൊന്നും അനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ
Crowding the order sheet with trucks of presumed benefit, it is wasteful. അതായത് ഒരു പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ മരുന്നുകളുടെയും ഒരു ആൾക്കൂട്ടം ഉണ്ടാകുക എന്ന് പറയുന്നത് അഡ്വൈസബിൾ അല്ല. കോസ്റ്റ്ലി ആൻറ്റിബയോട്ടിക്സ്, ലിസൺ, വില കൂടിയ ആൻറ്റിബയോട്ടിക്സ്, സ്റ്റിറോയിഡ്സ്, ആൻറ്റിബോഡി ഇൻഫ്യൂഷൻസ് must be used conservatively and with clinical discretion. വളരെ വില കൂടിയ ആൻറ്റിബയോട്ടിക്സും സ്റ്റിറോയിഡ്സുമൊക്കെ വളരെ കൃത്യമായ ക്ലിനിക്കൽ വിവേചന ബുദ്ധിയോടുകൂടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മിക്കവാറും എല്ലാ ആശുപത്രികളിലും ചെല്ലുന്നവർക്ക് എന്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് എഴുതി കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും. COVID-19 is a good example. Thousands ran helter shelter chasing remdesivir. എന്ത് ചെയ്തു? Thousands of people ran for remdesivir, favipiravir, ഇൻവർമെക്റ്റിൻ. ഈ ഫാവിപ്പിറാവിറും ഇൻവർമെക്റ്റിനും റെംഡെസിവിർ ഇത് മൂന്നും WHO വേണ്ടെന്ന് പറഞ്ഞ മരുന്നുകളാണ്. എന്നിട്ട് FAD ആണ് പറഞ്ഞത് ഇത് ആകാമെന്ന് പറഞ്ഞത്. FAD മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഇൻവർമെക്റ്റിൻ്റെ കാര്യത്തിൽ FAD പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ വേണ്ടി അതിനുള്ള പരക്കം പാച്ചിലായിരുന്നു. റണ്ണിങ് ഹെൽട്ടർ ഷെൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരക്കം പാച്ചിലായിരുന്നു. ആൻഡ് പ്ലാസ്മ, അതുകൂടാതെ പ്ലാസ്മ എന്ന് പറയുന്നത് അങ്ങേയറ്റം പോകുമ്പോഴുള്ള അവസ്ഥയാണ്. പ്ലാസ്മ only to be told in hindsight that these offer no significant benefit. അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് പിന്നിൽ നിന്ന് കാണുമ്പോൾ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ മരുന്നുകൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളാണ് ഈ രണ്ടാം ഘട്ടത്തെ ഇവിടുത്തെ ഒരു ചിത്തവിഭ്രമത്തിൻ്റെ ഒരു സാമൂഹ്യ ചിത്രവും ഒരു ദേശീയ ചിത്തവിഭ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് തള്ളി വീഴ്ത്തിയത്. റിപ്പീറ്റഡ് CT scans, DMR and CRP pushed more and more people into unnecessary in-hospital care. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള CT സ്കാൻ മുതലായിട്ടുള്ള പലതരത്തിലുള്ള ഈ യാന്ത്രിക ലാബ് പരീക്ഷണങ്ങൾ എന്ത് ചെയ്തു? അൺനെസസറി ആയിട്ടുള്ള ഹോസ്പിറ്റൽ കെയറിന് ആളുകളെ തള്ളിവിട്ടു. ഹോസ്പിറ്റൽ കെയർ വേണ്ടാത്തവർക്ക്, ഇൻപേഷ്യൻ്റ് ആകേണ്ടാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാരെ ഇവിടെ മുണ്ടയിൽ വിജയൻ ഇപ്പോഴും കേരളത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അൺനെസസറി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റാണ്. A significant few in India are fighting black fungus and bone death due to the injudicious use of steroids. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്റ്റിറോയിഡ് കൊടുത്ത ആളുകളെ കൊന്നിരിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ബ്ലാക്ക് ഫംഗസ് കൊണ്ട് കുറച്ച് പേര് മരിച്ചു. അവിടെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. അവിടെയൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് വേണ്ട സതീശന്. പിന്നെ ബോൺ ഡിസീസ് കൊണ്ട്, യൂസ് ഓഫ് സ്റ്റിറോയിഡ്സ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ബോൺ ഡെത്ത് ഡ്യൂ ടു നമ്മുടെ അസ്ഥികൾ മരിച്ചു. അങ്ങനെ അസ്ഥികളുടെ മരണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഈ അസ്ഥികളെ ബാധിക്കും സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റിയെ തകർക്കും. ഇമ്മ്യൂണിറ്റി ആദ്യം ഒരു ഭയങ്കര റിലീഫ് കൊടുത്തിട്ട് പിന്നെ അത് പതുക്കെ നമ്മുടെ ഈ അസ്ഥികളെ പൊടിക്കും. അങ്ങനെ ബോൺ ഡെത്ത് സംഭവിച്ചവർ, ബ്ലാക്ക് ഫംഗസ് ഡെത്ത് സംഭവിച്ചവർ സ്റ്റിറോയിഡ്സ് കൊണ്ട് ഇത് സംഭവിച്ചവരുണ്ട്. അതിനുവേണ്ടി ആളുകൾ പരക്കം പാച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ദെയർ കംസ് ദി പോയിന്റ്. നിങ്ങൾ കൊന്നു, നിങ്ങൾ റെംഡെസിവിർ കൊടുത്ത ആളുകളെ കൊന്നു, നിങ്ങൾ സ്റ്റിറോയിഡ്സ് കൊടുത്ത ആളുകളെ കൊന്നു. അത് വേണ്ടാത്തതായിരുന്നു. ഇവർക്കൊന്ന് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടായിരുന്നു. അവരുടെ ഡിസീസ് നിങ്ങൾ പറയുന്നത് പോലെ അത്ര ഗുരുതരമായ പാൻഡമിക് അല്ല എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന രീതിയാണ്. അവർക്ക് സിമ്പിൾ ആൻഡ് ബേസിക് കെയർ വാസ് ദി ഓൺലി നെസസിറ്റി, എ നെസസറി ട്രീറ്റ്മെൻറ്റ്. അതല്ല നിങ്ങൾ കൊടുത്തത്, അതല്ല ഇപ്പോഴും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോൺ വാലിഡേറ്റഡ് വൈറസ് അറ്റനുവേഷൻ ടെക്നോളജി, ഫാൻസി മാസ്ക് that claim to save oxygen and UV light therapy,
are just a few examples of the clutter that has made healthcare look formidable. ഈ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന എന്തോന്നാ മാസ്ക് 120 രൂപയുള്ള മാസ്ക്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ആവശ്യമില്ലാത്ത ഒരു ക്ലട്ടർ. നോൺ വാലിഡേറ്റഡ് വൈറസ് അറ്റന്യൂവേഷൻ ടെക്നോളജി, അതായത് വൈറസ് ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജൻ ടെസ്റ്റും PCR ടെസ്റ്റും എപ്പോഴും വാലിഡേറ്റഡ് അല്ല. നോൺ വാലിഡേറ്റഡ് അറ്റന്യൂവേഷൻ ടെക്നോളജി. പിന്നെ ഫാൻസി മാസ്ക് ദാറ്റ് ക്ലെയിം ടു സേവ് ഓക്സിജൻ ആൻഡ് UV ലൈറ്റ്. ഓക്സിജൻ സേവ് എന്ന് പറയുന്ന ഫാൻസി മാസ്ക്, സേവ് ഓക്സിജൻ ആൻഡ് UV ലൈറ്റ് തെറാപ്പി. UV ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്ന മറ്റൊരു ഏർപ്പാട്. ഇതൊക്കെ ആർ ജസ്റ്റ് എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ദി ക്ലട്ടർ ദാറ്റ് ഹസ് മെയ്ഡ് ഹെൽത്ത് കെയർ ലുക്ക് ഫർമിഡബിൾ. ഈ ഹെൽത്ത് കെയർ എന്തോ ഭയങ്കര ഫർമിഡബിളായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ ശുശ്രൂഷയാണെന്ന് തോന്നാൻ വേണ്ടി ഈ പറയുന്ന UV ഈ ലൈറ്റ് തെറാപ്പി, പിന്നെ ഈ പറയുന്ന ഈ അറ്റന്വേഷൻ, നോൺ വാലിഡ് ആയിട്ടുള്ള ഈ പ്രയോഗങ്ങൾ, വൈറസ് കണ്ടെത്താനെന്നുള്ള മട്ടിൽ ഉള്ള നോൺ വാലിഡ് ആയിട്ടുള്ള അസാധുവായിട്ടുള്ള പ്രയോഗങ്ങൾ, ഈ മാസ്കുകൾ, ഓക്സിജൻ സ്വയം സൃഷ്ടിക്കുന്ന മാസ്കുകൾ എന്നുള്ള തരത്തിലുള്ള മാസ്കുകൾ, ഇതൊക്കെ ഈ ക്ലട്ടറിൻ്റെ, ഈ കൂമ്പാരത്തിൻ്റെ, ഈ പരിചരണ കൂമ്പാരത്തിൻ്റെ ഭാഗങ്ങളാണ്. കൂമ്പാരം എന്നുള്ളതല്ല, അത് ഒരു അരാജകവും വന്യവുമായ ഒരു കൂട്ടം. അതിനാണ് ക്ലട്ടർ എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥയുമില്ലാത്ത വാരി വലിച്ച് ഇടുന്ന ഒരവസ്ഥയ്ക്കാണ് ക്ലട്ടർ എന്ന് പറയുക. The truth is that most diseases need simple interventions done at the proper time by the right caregivers. ഒരു വളരെ ലളിതമായിട്ടത് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ആവശ്യമുള്ളൂ. എന്താണ് യാഥാർത്ഥ്യം? എന്താണ്? that most diseases need, ഒട്ടുമിക്കവാറുമുള്ള എല്ലാ രോഗങ്ങൾക്കും ആവശ്യം എന്താണ്? സിമ്പിൾ ഇൻ്റർവെൻഷൻസ്. സിമ്പിൾ ഇൻ്റർവെൻഷൻസ് എന്ന് വെച്ചാൽ ഈ തരത്തിൽ നമുക്കുള്ള മെഡിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇടപെടലുകളെ ആകാവൂ. ഡൺ അറ്റ് ദി റൈറ്റ് ടൈം ബൈ ദി റൈറ്റ് കെയർ ഗിവേഴ്സ്. ശരിക്കും ഹെൽത്ത് കെയർ ഗിവേഴ്സ് തന്നെ അത് കൊടുക്കണം. അല്ലാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു കുറിപ്പടി അനുസരിച്ച് അവനതങ്ങ് തള്ളിക്കയറ്റി കൊടുക്കാം. റെംഡെസിവിർ കുറേ ഒരു ഡോസ് കൊടുക്കാം, കുറച്ച് കോർട്ടിസ്റ്ററോയിഡ് കൊടുക്കാം, മറ്റത് കൊടുക്കാം, മറിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയല്ല വേണ്ടത്. ഇതാണ് അവർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടുഡേ ഹെൽത്ത് കെയർ ഈസ് എ കോംപ്ലക്സ് മാട്രിക്സ് ഓഫ് സിസ്റ്റംസ്, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മതി. മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് വെച്ചാൽ സിംഗിൾ അല്ല, അതായത് ഒരേ സമയം തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ദാറ്റ് മേ ടേക്ക് യു ഇൻ ടു ദി മോസ്റ്റ് കൺവല്യൂട്ടഡ് കോറിഡോർസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഈ തരത്തിലുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ദാറ്റ് ടേക്ക് യു ടു ദി കൺവല്യൂട്ടഡ് കോറിഡോർസ്. കൺവല്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈ ഇതായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കുഴങ്ങി കിടക്കുന്ന, കൺവല്യൂട്ടഡ് എന്ന് നോട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോറിഡോർസ് ഓഫ് എ ഹോസ്പിറ്റൽ. ദി ആക്യുറസി ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ദി സ്പീഡ് ഓഫ് തെറാപ്പി നോട്ട് വിസ്റ്റാൻഡിങ്, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പീരിയൻസ് ദറ്റ് മോസ്റ്റ് ടു ലൈക്ക് ടു റിമെമ്പർ. ഇതിൽ രണ്ട് കാര്യങ്ങളെ അവർ സ്ട്രെസ് ചെയ്ത് പറയുന്നുള്ളൂ. ദി ആക്യുറസി ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ദി സ്പീഡ് ഓഫ് തെറാപ്പി, എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആക്യുറസി ഓഫ് ഡയഗ്നോസിസ്. ആക്യുറസി ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയാൻ ഞാൻ പ്രത്യേകിച്ച് വിളിച്ച് പറയുകയാണ്. അത് മുണ്ടയിൽ വിജയൻ്റെ ചെവിയിലെത്താൻ വേണ്ടി. ആക്യുറസി ഓഫ് ഡയഗ്നോസിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് രണ്ട് പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത്. യു ആർ നോട്ട് ദി പേഴ്സൺ. എ ടീം sent by you for taking something from the throat of a person and throwing somewhere and getting some result, that doesn't make diagnosis. അത് നിങ്ങൾ മനസ്സിലാക്കുക.
അത്രയും ഒരു മനുഷ്യത്വമാണ് നിങ്ങളിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഒരു പാതകമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വളരെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടെത്തണം. ഹ്യൂമൻ ക്ലട്ടർ വാസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് COVID-19. അപ്പോൾ ഇവർ പറഞ്ഞു ഹ്യൂമൻ ക്ലട്ടർ വെച്ചാൽ ആളുകളുടെ കൂട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു, അവ്യവസ്ഥിതമായ കൂട്ടങ്ങൾ. അതാണ് COVID-19 ട്രാൻസ്മിഷന് കാരണമെന്ന് പറഞ്ഞു. റെഡ്യൂസിങ് ഹ്യൂമൻ ഡെൻസിറ്റി വാസ് ദി മന്ത്ര ബിഹൈൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ മന്ത്രത്തെ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ക്വാറൻറ്റൈൻ ആൻഡ് ലോക്ക്ഡൗൺസ്, സോഷ്യൽ ഡിസ്റ്റൻസും ക്വാറൻറ്റൈൻ ലോക്ക്ഡൗൺസും കൊണ്ട് ഉദ്ദേശിച്ചത് അതായിരുന്നു. എന്താണ്? ആൾ കൂടിക്കഴിഞ്ഞാൽ ഇത് പരന്നു പോകുന്നു. ഇഫ് ഡീക്ലട്ടറിങ് വാസ് ദി വേ ടു പ്രിവെൻറ്റ് ദി സ്പ്രെഡ്, അതായത് ഡീക്ലട്ടറിങ് ആണ് ഈ തരത്തിലുള്ള ഒരു പെരുപ്പമാണ് നിങ്ങൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദി ഡീക്ലട്ടറിങ് ഓഫ് ദി പീപ്പിൾ ബട്ട് ദി ഡീക്ലട്ടറിങ് കട്ടിങ് ദി ക്ലട്ടർ ഇൻ ദി കോർ ഓഫ് ഹെൽത്ത് കെയർ കുഡ് ബി ജസ്റ്റ് ആസ് ബെനിഫിഷ്യൽ. അതേപോലെ പ്രയോജനം ചെയ്യുന്നതാണ്. ആളുകളുടെ എണ്ണം കുറയ്ക്കുന്ന, ആൾപ്പെരുപ്പം കുറയ്ക്കണം നിങ്ങൾ പറയുന്നത് പോലെ ഈ ഡീക്ലട്ടറിങ് ഇൻ ദി കോർ ഓഫ് ഹെൽത്ത് കെയറിൻ്റെ രംഗത്തുള്ള ഡീക്ലട്ടറിങ്ങും എന്ന് വെച്ചാൽ എന്താണ്? 1,50,000 പേരെ നിങ്ങൾ ആരോഗ്യ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നത് ക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ ആണ്. 1,50,000 പേരെ അല്ലെങ്കിൽ 1,00,000 പേരെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ ആണ്. ദർ ഷുഡ് ബി ഡീക്ലട്ടറിങ് ദെയർ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അതായത് 2 ഉത്തരവാദിത്വമുള്ള ഡോക്ടേഴ്സാണ് പറയുന്നത്. ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെൽത്ത് കെയറിൻ്റെ പേരിലാണ് ഈ അനാവശ്യമായ ടെസ്റ്റ് 1-1.5 ലക്ഷം നടത്തുമെങ്കിൽ ഇറ്റ് ഈസ് എ ക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ വിൽ ബി ബെനിഫിഷ്യൽ. അതുകൊണ്ട് പ്രയോജനമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് ഇന്നലെ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോൾ വളരെ ആധികാരികമായിട്ട് പറയാൻ 2 ഡോക്ടർമാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഡീക്ലട്ടറിങ് ഓഫ് യുവർ ടെസ്റ്റസ് ഇൻ അബണ്ടൻസ്. ഇറ്റ് വുഡ് സേവ് ഹ്യൂമൻ ലൈഫ്സ്. അത് മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കും. അതിന് വിധേയരാകുന്നവരുടെ ജീവൻ മാത്രമല്ല, വിധേയരായതിന് ശേഷം പുറത്തുപോയി നെഗറ്റീവായി മരിച്ചു വീഴുന്നവരുടെ ജീവൻ മാത്രമല്ല, സ്ട്രെസ് കൊണ്ട് മരിക്കുന്നവരുടെ ജീവൻ മാത്രമല്ല, ആത്മഹത്യ ചെയ്യുന്നവരുടെ ജീവൻ മാത്രമല്ല. ഈ പാൻഡമിക്കിൻ്റെ ഒരു ക്രോണിക് സ്ട്രെസ് വന്നതിന് ശേഷമുണ്ടായ ജീവനഷ്ടങ്ങളുടെയൊക്കെ ആ നിരക്ക് താഴോട്ട് പിടിച്ചു കൊണ്ടുപോകാൻ ഈ ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയറിന് കഴിയും എന്ന് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് ആധികാരികമായ രേഖകൾ വേണമായിരുന്നു. ഇത്രയും കാലം ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത് പലതൊന്നും നെറ്റിൽ നിന്നൊക്കെ തപ്പിയെടുത്ത രേഖകളുണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് 2 ലേഖനങ്ങളായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതൊക്കെ വായിച്ചു നോക്കാനും മനസ്സിലാക്കാനും വീണ ജോർജിന് എന്തായാലും ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ദേവി ഇത് പറഞ്ഞില്ലേ, ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 2 ഡോക്ടർമാർ എഴുതിയിരിക്കുന്നു, മറ്റൊന്ന് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിൽ മറ്റൊരു ഡോക്ടർ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ എഴുതിയ ബിഹേവിയർ സയൻസിലെ ഒരു സ്പെഷ്യലിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം, ഈ ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ ഈസ് നെസസറി. അതുകൊണ്ട് ദിവസം നിങ്ങൾ 1-1.5 ലക്ഷം 3 ലക്ഷം, ഞാൻ 3 ലക്ഷം പേരുടെ ടെസ്റ്റ് നടത്തിക്കളയും എന്നൊക്കെ പ്രഖ്യാപിച്ച ആളുടെ വിരട്ടല്ലേ. ടെസ്റ്റ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അത് വിറ്റഴിക്കണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ നിന്നൊരു കളക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വില ഈടാക്കുക. ഇത് ആളുകളുടെ മേൽ പ്രയോഗിക്കാതെ അതിൻ്റെ വില മാത്രം അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ. വാങ്ങിച്ചാൽ ഇത് പ്രയോഗിച്ച ആളുകളെ ഈ തരത്തിൽ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. ഡീക്ലട്ടറിങ് ഓഫ് ഹെൽത്ത് കെയർ, ഈ തരത്തിൽ അവിടെ ഒരാൾപ്പെരുപ്പം ഉണ്ടാകരുത്.
സങ്കേതങ്ങളുടെ ആൾപ്പെരുപ്പമുണ്ട്, ചികിത്സാ സമ്പ്രദായങ്ങളുടെ ആൾപ്പെരുപ്പം ഉണ്ടാകരുത്. ഈ പേഷ്യൻസ് എന്ന് പറയുന്നവരുടെ ആൾപ്പെരുപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ദിവസം 17,000 പേരെ അല്ലെങ്കിൽ 18,000 പേരെ രോഗികളായിട്ട് മുദ്ര കുത്തി എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലട്ടറിങ് ഇൻ ഹെൽത്ത് കെയർ ക്ലട്ടറിങ്. പകർച്ചവ്യാധി എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പകർന്നു പോകുമെന്നും പറഞ്ഞ ആളുടെ കൂട്ടത്തോടെ അങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതരുത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നു.